الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാർ, അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ രചിച്ചിട്ടുള്ള ഉംദത്തുൽ അഹ്കാം എന്ന ഹദീസ് ഗ്രന്ഥമാണ് നാം വായിച്ചു വരുന്നത്. കച്ചവടത്തിൻ്റെ വിധിവിലക്കുകളെ കുറിച്ച് അറിയിക്കുന്ന കിതാബുൽ ബുയൂ, അതിലെ അധ്യായങ്ങളാണ് കഴിഞ്ഞ കുറച്ചു ക്ലാസ്സുകളായി നാം വായിച്ചു പോരുന്നത്. അവസാനം നമ്മൾ വായിച്ച അധ്യായം ബാബു ഷുറൂത്തി ഫിൽ ബൈഅ, ബൈഇലുള്ള കച്ചവടത്തിലുള്ള നിബന്ധനകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. കച്ചവടത്തിൽ അനുവദിക്കപ്പെട്ട നിബന്ധനകൾ എന്തൊക്കെയാണ്, കച്ചവടത്തിൽ അനുവദിക്കപ്പെടാത്ത നിബന്ധനകൾക്ക് എന്തൊക്കെയാണ് എന്ന കാര്യമാണ് പറഞ്ഞു വന്നത്. ഇതിലൊരു ഹദീസ് കൂടി ബാക്കിയുണ്ട്. പക്ഷെ ആ ഹദീസ് ആവർത്തനമാണ്. നേരത്തെ ആ ഹദീസ് വരികയും അതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് വായിച്ചതിൻ്റെ ചുരുങ്ങിയ രൂപത്തിലുള്ള അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യബീഅ ഹാദിറുൻ ലിബാദ് വലാ തനാജശു വലാ യബീഅ റജുൽ അലാ ബൈഇ അഖീഹി വലാ യഖ്തുബ് അലാ ഖിത്ബതിഹി വലാ തസ്അലിൽ മർഅതു തലാഖ ഉഖ്തിഹാ ലിതക്ഫഅ മാ ഫി ഇനാഇഹാ. ഇവിടെ പറയാണ്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. ഒന്ന്, അൻ യബീഅ ഹാദിറുൻ ലിബാദ്. നേരത്തെ നമ്മൾ വിശദീകരിച്ചൊരു കാര്യമാണ്. ഒരു നാട്ടുകാരനായ ഒരു വ്യക്തി, അയാൾ പുറത്തുനിന്ന് വന്ന ഒരു കച്ചവടക്കാരന് വേണ്ടി വിൽപ്പന നടത്തുക എന്നുള്ളത്. കാരണം പുറത്തുള്ള ആളുകൾക്ക് ആ നാട്ടിലെ കാര്യങ്ങൾ മാർക്കറ്റ് അറിയുകയുണ്ടാകുകയില്ല. അതുകൊണ്ട് അയാൾ ചൂഷണം ചെയ്യപ്പെടാനും മറ്റുമൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ അതിൽ അനുവദിക്കപ്പെട്ട ചില വിഷയങ്ങളൊക്കെ മുമ്പ് പറഞ്ഞതാണ്. രണ്ടാമത്തേത് വല തനാജഷു, നജിഷ് കച്ചവടം പാടില്ല എന്നാണ്. അതായത് വില വെറുതെ കൂട്ടുക, ഒരാളെ അതിലേക്ക് പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ലേലം പുളി പോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് വില വെറുതെ കയറ്റി പറയുക, എന്നിട്ട് മറ്റേയാൾക്ക് പ്രയാസം ഉണ്ടാകുക. ഇയാൾ വാങ്ങാൻ ഉദ്ദേശിക്കാതെ വില കയറ്റി പറയുന്നതിനാണ് നജിഷ് കച്ചവടം എന്ന് പറയുന്നത്. അത് പാടില്ല എന്നാണ്. അതും വിശദീകരിച്ചതാണ്. വലാ യബിഅ അർറജുലു അലാ ബൈഇ അഖീഹി, ഒരാളുടെ കച്ചവടത്തിൻ്റെ മേൽ വേറൊരാൾ കച്ചവടം ചെയ്യാൻ പാടില്ല. ഇപ്പം രണ്ടാളുകൾ തമ്മിൽ കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ ഉടനെ അതിനെ പിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മേൽ പോയി കച്ചവടം ചെയ്യാൻ പാടില്ല. അതിൻ്റെയും വ്യത്യസ്ത രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലാ യഖ്തുബ് അലാ ഖിത്ബതിഹി, അതേപോലെ തന്നെ ഒരാളൊരു സ്ത്രീയെ വിവാഹം അന്വേഷിച്ചാൽ അതിനൊരു തീരുമാനമാകുന്നത് വരെ വേറൊരാൾ അതിനിടയിൽ പോയി അന്വേഷണം നടത്താൻ പാടില്ല. അവസാനം പറഞ്ഞത് വലാ തസ്അലിൽ മർഅതു തലാഖ ഉഖ്തിഹാ ലിതക്ഫഅ മാ ഫി ഇനാഇഹാ. ഒരു സ്ത്രീ അവർ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്ന സമയത്ത് ആ സ്ത്രീ ആദ്യത്തെ ഭാര്യയെ തലാഖ് ചെയ്യാൻ ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ആവശ്യപ്പെടാൻ പാടില്ല. ലിതക്ഫഅ മാ ഫി ഇനാഇഹാ, അതായത് അവളുടെ പാത്രത്തിൽ എന്താണോ ഉള്ളത് അത് നിനക്ക് കിട്ടുന്നതിന് വേണ്ടി. അതല്ലെങ്കിൽ അവളുകൂടി ഉണ്ടായാൽ എനിക്ക് ദാരിദ്ര്യമുണ്ടാകും എന്ന ഭയം കാരണത്താൽ അങ്ങനെ കൂടെയുള്ള രണ്ടാമത്തെ ഭാര്യയെ അല്ലെങ്കിൽ ആദ്യത്തെ ഭാര്യയെ ഒരാൾ മറ്റൊരാളോട് തലാഖ് ചെയ്യാൻ ആവശ്യപ്പെടുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇതാണ് ഈ അധ്യായത്തിലുള്ളത്. അതിനുശേഷമുള്ള അധ്യായം ബാബു റിബ വസ്സർഫ്, പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ക്രയവിക്രയങ്ങൾ നടത്തുന്ന സമയത്ത് പലിശയുണ്ടാകുന്ന രീതിയുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് സഹോദരങ്ങൾ ഈ ഹദീസിലുള്ളത്. അപ്പം അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലിശ എന്ന് പറയുന്നത് അതൊരൊറ്റ ഇനമല്ല. പലിശ 3 ഇനമുണ്ട്. ഒന്നാമത്തേതാണ് റിബൽ ഖർള്. അതാണ് പൊതുവേ നമുക്കറിയുന്നത്. അതായത് ഒരാൾ കടം വാങ്ങിയിട്ട് അതിനേക്കാൾ കൂടുതൽ തിരിച്ചു വാങ്ങിക്കുക എന്ന് പറയുന്ന രീതിയാണ് റിബൽ ഖർള് എന്ന് പറയുന്നത്. അത് നിഷിദ്ധമാണ്. രണ്ടാമത്തേത് റിബൽ ഫദ്ല, റിബവിയായിട്ട് പലിശയുടെ ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില വസ്തുക്കളുണ്ട് ദീനുൽ ഇസ്ലാമിൽ. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് വരുന്നത്. അപ്പം അത് തമ്മിൽ ക്രയവിക്രയം നടത്തുമ്പോൾ അത് പരസ്പരം ഒരേ വിഷയങ്ങളാണ്, ഒരേ ഇനത്തിൽപ്പെട്ടതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നത് എങ്കിൽ അതിൽ അളവ് വർധന ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വർധന ഉണ്ടായാൽ അതിന് റിബൽ ഫദ്ൽ എന്ന് പറയും. ഇൻഷാ അല്ലാഹ് ഹദീസ് വിശദീകരിക്കുമ്പോൾ അത് പറയാം. മൂന്നാമത്തേത് റിബൻ നസീഅ എന്ന് പറയും. ഇതേ വ്യത്യസ്ത ഇനങ്ങൾ ആണെങ്കിൽ, അതല്ലെങ്കിൽ ഒരേ ഇനമാണെങ്കിലും ശരി, അത് ഒരേ വേദിയിൽ തന്നെ ഒരേ മജ്ലിസിൽ തന്നെ പരസ്പരം കച്ചവടം ചെയ്യേണ്ടതിന് പകരം അത് വൈകിപ്പിക്കുക എന്ന് പറയുന്നത് അത് മറ്റൊരു തരത്തിലുള്ള പലിശയാണ്. അപ്പോൾ ഇത് 3 പലിശയുടെ
ഇനങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഈ കിതാബുൽ വുയൂഇന്റെ ആമുഖത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അവിടെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ കൊടുത്തിട്ടുള്ള ഹദീസ് വായിക്കാം. അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദഹബു ബിദ്ദഹബി റിബൻ ഇല്ലാ ഹാഅ വഹാ വൽബുറു ബിൽബുരി റിബൻ ഇല്ലാ ഹാഅ വഹാ വത്തംറു ബിത്തംരി റിബൻ ഇല്ലാ ഹാഅ വഹാ വശ്ശഈറു ബിശ്ശഈരി റിബൻ ഇല്ലാ ഹാഅ വഹാ. ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്, മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ് ഉംദത്തുൽ അഹ്കാമിലെ ഹദീസുകളിൽ മുഴുവൻ. അപ്പോൾ ഈ ഹദീസിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദഹബു ബിദ്ദഹബ്, സ്വർണവും വെള്ളിയും തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? റിബൻ, പലിശ വരും. ഇല്ലാ ഹാഅ വഹാ, ഒരേ മജ്ലിസിൽ വെച്ച് ഒരേ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താലല്ലാതെ, അല്ലെങ്കിൽ പലിശ വരും. വൽബുറു ബിൽബുരി റിബൻ ഇല്ലാ ഹാഅ വഹാ, ഹാഅ വഹാ എന്ന് പറഞ്ഞാൽ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാന്നാണ് അർത്ഥം. അതേപോലെ തന്നെ ഗോതമ്പ് പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ അതിലും പലിശ വരും, അതും ഒരേ തത്തുല്യമായ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താലല്ലാതെ. വത്തംറു ബിത്തംരി റിബൻ ഇല്ലാ ഹാഅ വഹാ, അതേപോലെ ഈത്തപ്പഴം കച്ചവടം ചെയ്യുമ്പോഴും ഒരു ഈത്തപ്പഴം തമ്മിലാണ് കച്ചവടം, പണമല്ല, ഈത്തപ്പഴം തമ്മിലാണ് കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരേ അളവിൽ ഒരേ മജ്ലിസിൽ വെച്ച് തന്നെ കൊടുക്കേണ്ടതുണ്ട്, അതല്ലെങ്കിൽ പലിശയാണ് എന്നാണ്. വശ്ശഈറു ബിശ്ശഈരി റിബൻ ഇല്ലാ വഹാഅ വഹാ, അതേപോലെ തന്നെ ബാർലി ആണെങ്കിലും അത് പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ അതിലും പലിശ വരും, അത് ഒരേ മജ്ലിസിൽ ഒരേ അളവിൽ കൊടുത്താലല്ലാതെ എന്നാണ് പറയുന്നത്. ഈ ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് ബാബ് വായിക്കാം. ബാബു റിബ എന്നാണ് പറഞ്ഞത്. എന്താണ് റിബ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം? പലിശ എന്ന് നമ്മൾ പറയുന്ന ഈ വാക്കിന് ഭാഷയിൽ അർത്ഥം യഥാർത്ഥത്തിൽ വർധനവ് എന്നാണ്. സിയാദത്ത് എന്നുള്ള അർത്ഥം അതിലുണ്ട്, സിയാദത്ത് എന്ന അർത്ഥം അതിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫൈദ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫൈദ അൻസൽനാ അലൈഹൽ മാഅ, ഭൂമിയിലേക്ക് നാം മഴയിറക്കിയാൽ, മഴ വർഷിപ്പിച്ചാൽ, ഇഹ്തസ്സത്, ഭൂമിക്കുണ്ടാകുന്നൊരു മാറ്റാണ്, ഭൂമിയിൽ ചെറിയൊരു ഇളക്കങ്ങൾ ഉണ്ടാകും. വറബത്, അങ്ങനെ അതിലെന്ത് ചെയ്യും? അതിൽ പുല്ലുകളും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ വർദ്ധിക്കും. അതിലൊന്നുമില്ലാത്ത ഭൂമിയിൽ ഇങ്ങനെ പുല്ലുകളും മറ്റുമൊക്കെ വർദ്ധിക്കും. അപ്പോൾ ആ വർധനവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റിബ എന്നുള്ള വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇവിടെ ഈ കിതാബിൽ അഥവാ ഈ ഫുഖഹാക്കളുടെ അവരുടെ നിർവചന പ്രകാരം എന്താണ് അവർ പറഞ്ഞത്? സിയാദത്തുൻ ഫി അഷ്യാഇൻ മഖ്സൂസ, സിയാദത്തുൻ ഫി അഷ്യാഇൻ മഖ്സൂസ, ചില പ്രത്യേക കാര്യങ്ങളിലുള്ള വർധനവിനെയാണ് നമ്മൾ ശരീഅത്തിൽ റിബ എന്ന് പറയുകയുള്ളൂ, പലിശ എന്ന് പറയുകയുള്ളൂ. ചില പ്രത്യേക കാര്യങ്ങളിലാണ്, അഥവാ എല്ലാ കാര്യങ്ങളും റിബവിയായതല്ല. കാര്യങ്ങൾ, വസ്തുക്കളെ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. റിബവിയായ, പലിശക്ക് സാധ്യതയുള്ള, പലിശ വരുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം വസ്തുക്കളുണ്ട്, പലിശ വരാത്ത വസ്തുക്കളുണ്ട്. അപ്പം എല്ലാം ഒരേപോലെയല്ല. അപ്പൊ പലിശ വരുന്ന വസ്തുക്കളിൽ വരുന്ന വർധനവിനെയാണ് നമ്മൾ റിബ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സ്വർണം പലിശ വരുന്ന ഒരു വസ്തുവാണ്. ഈ ഹദീസിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പലിശ വരുന്ന വസ്തുവാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതിൽ സ്വർണം പലിശ വരുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ സ്വർണവും തമ്മിൽ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് അതിലൊരു വർധനവുണ്ടാകാൻ പാടില്ല. 10 ഗ്രാം സ്വർണം ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പകരം 10 ഗ്രാം സ്വർണമല്ലാതെ അതിൽ കുറവോ കൂടുതലോ വാങ്ങാൻ പാടില്ല. എന്നാൽ ഒരാൾ ഒരാടിനെ കൊടുത്തിട്ടാണെങ്കിലോ അയാൾക്ക് വേണ്ട 2 ആടിനെ വാങ്ങാം, യാതൊരു കുഴപ്പമില്ല. ഒരു മുട്ടൻ ആടുണ്ട് അയാളെടുത്ത്, നല്ല സൈസുള്ള ഒരു ആടുണ്ട്. അപ്പം അതിനെ കൊടുത്തിട്ട് അയാൾക്കിപ്പോൾ അക്കീക്ക ഇറക്കണം. 2 ആടാണ്, ആണാണ്, 2 ആടിനെ ഇറക്കണം. അപ്പം അയാളുടെ കയ്യിൽ വലിയൊരു ആടുണ്ട്, 10-25 കിലോ അല്ല 30 കിലോ ഒക്കെ ഉള്ള വലിയൊരു ആടുണ്ട്. അപ്പോൾ അയാൾക്ക് 2 ആടിനെ ഇറക്കണം. അപ്പോൾ അയാൾ വേറൊരാൾ 15 കിലോ ഉള്ള 2 ആട് അയാളെടുത്തുണ്ട്. അപ്പോൾ ഇത് 30 കിലോ ഉള്ള വലിയ സൈസുള്ള ആടാണ്. അപ്പോൾ അയാളോട് ചോദിച്ചു, നമുക്കിത് കൈമാറ്റം ചെയ്താലോ? ഈ 30 കിലോ ഉള്ള ആടിൻ്റെ അടുത്തുണ്ട്, ഞാൻ വളർത്തിയ ആടാണ്, എനിക്കിപ്പോൾ ആൺകുട്ടിയാണ്, അപ്പോൾ 2 ആടിനെ ഇറക്കലാണ് സുന്നത്ത്. അപ്പോൾ ഇതെടുത്ത് 2 ആടിനെ വാങ്ങിയാൽ അത് അനുവദനീയമാണ്. കാരണം ആട് എന്ന് പറയുന്നത് പലിശയുടെ ഇനങ്ങളിൽപ്പെട്ട കാര്യമല്ല, അതങ്ങനെ ചെയ്യാവുന്നതാണ്. ആടെന്ന് പറയുന്നത് പലിശയുടെ ഇനങ്ങളിൽപ്പെട്ട കാര്യമല്ല. എന്നാൽ സ്വർണം പലിശയുടെ ഇനത്തിൽപ്പെട്ടതാണ്, വെള്ളി പലിശയുടെ ഇനത്തിൽപ്പെട്ടതാണ്. ഈ ഹദീസിൽ പറഞ്ഞ ഈത്തപ്പഴവും ബാർലിയും ഗോതമ്പും ഇതെല്ലാം പലിശയുടെ ഇനത്തിൽപ്പെട്ടതാണ്. ഇത് തമ്മിൽ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് വർധനവുണ്ടാകാൻ പാടില്ല എന്നാണ് അർത്ഥം. എന്നാൽ ഇതിൽ തന്നെ ഈ പറഞ്ഞ പലിശയുടെ ഇനങ്ങൾ തന്നെ അത് ഒരു ഇനത്തിൽ നിന്ന് മറ്റൊരു ഇനം തമ്മിലാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നതെങ്കിലോ, അഥവാ സ്വർണം വെള്ളിയായിട്ടാണ്, സ്വർണമല്ല, സ്വർണം വെള്ളിയായിട്ടാണ്, അതല്ലെങ്കിൽ ഗോതമ്പ് ബാർലി ആയിട്ടാണ്, അതല്ലെങ്കിൽ ഈത്തപ്പഴം ഗോതമ്പായിട്ടാണ്, ഈ രൂപത്തിൽ അങ്ങനെയാണ്
കൈമാറ്റം ചെയ്യപ്പെടുന്നതെങ്കിലോ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലാണ്, ഈ ഇനങ്ങളിൽ വ്യത്യാസപ്പെട്ടാൽ ഫബീഉ കൈഫ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വിറ്റോളൂ. ഇദാകാന യദൻ ബിയദിൻ, പക്ഷെ അതേ മജ്ലിസിലായിരിക്കണം എന്ന് മാത്രം, കൈയോട് കൈ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വിൽക്കാം. അതായത് ഈത്തപ്പഴവും ഗോതമ്പും തമ്മിലാണ് ഒരാൾക്ക് വിൽക്കേണ്ടത്. നമ്മൾ പഴയ കാലത്തെ ബാർട്ടർ സിസ്റ്റം എന്ന് പറയും, നമ്മൾ പണം കൊടുക്കാതെ വസ്തുക്കൾ തമ്മിൽ കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ കയ്യിൽ 10 കിലോ ഈത്തപ്പഴം ഉണ്ട്, അപ്പോൾ അയാൾക്ക് വേണ്ടത് ഗോതമ്പാണ്. ഒരുപാട് ഈത്തപ്പഴം ഉണ്ടായിട്ട് കാര്യമില്ല, റൊട്ടി ഉണ്ടാക്കണമെങ്കിൽ ഗോതമ്പ് വേണം. അപ്പോൾ അയാൾ പറയാണ്, ഞാൻ 5 കിലോ ഈത്തപ്പഴം തരാം, നിങ്ങൾ 2 കിലോ ഗോതമ്പ് തരണം. അനുവദനീയമാണ്. 2 കിലോ ഗോതമ്പ് അനുവദനീയമാണ്. സംഭവം ഇത് രണ്ടും പലിശ വരുന്ന വസ്തുക്കളാണെങ്കിലും ഇത് തമ്മിൽ കൈമാറ്റം ചെയ്യാവുന്നതാണ്. വ്യത്യസ്ത ഇനങ്ങളായാൽ അത് തമ്മിൽ കൈമാറ്റം ചെയ്യാവുന്നതാണ്. പക്ഷെ എന്ത് വേണം? യദൻ ബിയദ്, അവിടെ ആയിരിക്കണം. ഞാൻ ഇന്നൊരു 5 കിലോ ഗോതമ്പ് 5 കിലോ ഈത്തപ്പഴം തരാം, നീ നാളെ രാവിലെ എനിക്ക് ഗോതമ്പ് കൊണ്ടുതരണം എന്ന് പറയാൻ പാടില്ല. നാളെ തന്നെ പാടില്ല, അതേ മജ്ലിസിൽ തന്നെ വേണം. അതാണ് പറയുന്നത്. അതാണ് ഇല്ലാ ഹാ വഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹാ എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയിൽ ഹുദ്, നീ എടുക്കുക, സ്വീകരിക്കുക എന്നാണ് അത് അർത്ഥം. അതൊരു കൽപ്പനക്രിയയാണത്. കൽപ്പനക്രിയയുടെ അർത്ഥം വരുന്ന ഒരു വാക്കാണ്, അങ്ങനെ ഒരു ഇസ്മാണത്. ഹാ എന്ന് പറഞ്ഞാൽ എടുത്ത് ഇപ്പൊ തന്നെ വാങ്ങുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് പലിശ വരുന്ന വസ്തുക്കൾ? ഏതൊക്കെയാണ്? ഈ ഹദീസിൽ പറഞ്ഞത് മാത്രമാണോ, അതല്ല അതിനേക്കാൾ കൂടുതലുണ്ടോ? ഈ ഹദീസിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ 4 വസ്തുക്കളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. 4 വസ്തുക്കൾ മാത്രമാണ്. 1 ദഹബാണ്, സ്വർണ്ണമാണ്. 2 തമ്രാണ്, വെള്ളിയൊന്നും ഇതിൽ പറയുന്നില്ല. 3-മത്തേത് ബുറാണ്, ഗോതമ്പാണ്. 4-മത്തേത് ഷഈറാണ്, ബാർലിയാണ്. ഈ 4 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഹദീസുണ്ട്, ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിൽ 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ദഹബിനോടൊപ്പം, സ്വർണത്തോടൊപ്പം അദ്ദഹബു ബിദ്ദഹബി വൽ ഫിദ്ദതു ബിൽ ഫിദ്ദതി, വെള്ളിയുടെ കാര്യം പറയുന്നുണ്ട്. വൽ ബുറു ബിൽ ബുർരി, ഗോതമ്പിന്റെ കാര്യം പറയുന്നുണ്ട്. വശഈറു ബിശഈരി, ബാർലിയുടെ കാര്യം പറയുന്നുണ്ട്. വത്തംറു ബിത്തംരി, ഈത്തപ്പഴത്തിന്റെ കാര്യം പറയുന്നുണ്ട്. വൽ മിൽഹു ബിൽ മിൽഹി, ഉപ്പിന്റെ കാര്യവും പറയുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ഉള്ള ഹദീസിൽ നിന്നും വെള്ളിയും ഉപ്പും ഇതിൽ അധികമായി പറയുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് തമ്മിലാണ് കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ മിസ്ലൻ ബിമിസ്ലിൻ സവാഅൻ ബിസവാഇൻ, ഒരേ അളവിൽ 1 കിലോ ഉപ്പ് കൊടുത്താൽ 1 കിലോ ഉപ്പ്, 1 കിലോ കല്ലുപ്പ് എടുത്ത് 1/2 കിലോ പൊടിയുപ്പ് വാങ്ങാൻ പാടില്ല. 1 കിലോ കല്ലുപ്പ് കൊടുത്താൽ 1 കിലോ പൊടിയുപ്പ് തന്നെ. അല്ലെങ്കിൽ എത്രയാണ് തൂക്കം, അത് സായിലാണ്. നമ്മൾ കിലോയിലല്ല ശരിക്കും തൂക്കുക. ഇതൊക്കെ സായിലാണ് ഇതിന്റെ കണക്ക്, സാ ആണ് അതിന്റെ കണക്ക്. ഇതൊക്കെ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇതൊക്കെ റിബവിയാകുന്നത് സായിൽ തൂക്കുമ്പോൾ മാത്രമാണ്, കിലോയിലല്ല ഇത് കണക്കാക്കുക. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇവിടെ എളുപ്പത്തിൽ നമ്മളെ രീതിയിൽ പെട്ടെന്ന് മനസ്സിലാകാനാണ് ഞാൻ 5 കിലോ 2 കിലോ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ സായിന്റെ രീതിയിലാണ് കിതാബുകളിലൊക്കെ ഉദാഹരണമുള്ളത്. അപ്പൊ സാ ആണ് കറക്റ്റ് ആവേണ്ടത്. സാ എന്ന് പറഞ്ഞൊരു അളവിന്റെ പാത്രമാണ്, അതിന്റെ കിലോ നമ്മൾ നോക്കേണ്ടതില്ല. സാ തികച്ചു കൊടുത്താൽ മതി. നേരത്തെ പറഞ്ഞതൊക്കെ ആ സായിന്റെ പാത്രത്തിലിട്ട് അതൊന്ന് വടിച്ചു കളഞ്ഞാൽ ആ സായിൽ എത്രയാണോ കിട്ടുന്നത് അത് കിട്ടും. അത് കണക്കാക്കിയാൽ മതി. അതാണ് നമ്മുടെ പരിഗണനീയമായ, അഥവാ പലിശ വരുവോ വരൂലേ എന്നൊക്കെ പരിഗണിക്കുന്നത് സായിന്റെ കാര്യത്തിലാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇത് തമ്മിലൊക്കെ ഇതേ ഇനങ്ങളാണ് തമ്മിൽ കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ മിസ്ലൻ ബിമിസ്ലിൻ സവാഅൻ ബിസവാഇൻ യദൻ ബിയദിൻ, അതേ മജ്ലിസിൽ തന്നെയും പോകണം. എന്നാൽ ഫഇദ ഇഖ്തലഫത് ഹാദിഹിൽ അസ്നാഫ്, ഇതിന്റെ ഇനങ്ങൾ തമ്മിൽ മാറുകയാണെങ്കിൽ ഫബീഉ കൈഫ ശിഅ്തും, നമ്മൾ തൊട്ടുമ്പ് കേട്ടു, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ വിറ്റോളൂ. ഇതാക്കാൻ യദൻ ബിയദിൻ, അത് യദൻ ബിയദൻ ആണെങ്കിൽ, അതേ മജ്ലിസിലാണെങ്കിൽ എന്നാണ്. ഇപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം സഹോദരങ്ങൾ ഇത്രയേ ഉള്ളൂ. പലിശ വരുന്നതായ വസ്തുക്കളുണ്ട്. ആ വസ്തുക്കൾ അതേ ഇനത്തെ, ആ വ്യത്യസ്ത ഇനങ്ങളാണുള്ളത്, എല്ലാം ഒരു ഇനമല്ല. ഇപ്പോൾ ഈത്തപ്പഴം എന്ന് പറയുന്നത് ഒരു ജിൻസാണ്. അതിപ്പോ ഏത് ഈത്തപ്പഴം പെട്ടു. ഈത്തപ്പഴത്തിന്റെ ജിൻസിൽ അതിൽ സുക്കരി വേറെ, അജ്വ വേറെ, ഖലാസ് വേറെ, അങ്ങനെ വേറെ ഇല്ല. ഈത്തപ്പഴത്തിന്റെ എല്ലാ ഇനങ്ങളും ഇത് പെട്ടു. അതില് അജ്വക്ക് കുറച്ച് വില കൂടുതലാണ്, 50-60 റിയാലൊക്കെ ചിലപ്പോൾ നല്ല അജ്വക്ക് ഉണ്ടാവും. പക്ഷേ സുക്കരി ചിലപ്പോൾ അത്ര ഇല്ല, 15 റിയാൽ ചിലപ്പം കിട്ടും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് അതിന്റെ വില കണക്കാക്കിയിട്ട് പരസ്പരം അതിന്റെ അളവ് മാറ്റാൻ പാടില്ല. അജ്വ കൊടുത്തിട്ട് 1 സാഗ് അജ്വ കൊടുത്താൽ പകരം 1 സാഗ് സുക്കരിയെ നിനക്ക് കിട്ടുള്ളൂ, അതിനപ്പുറത്തേക്ക് വേറെ ഇല്ല. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അത് അടുത്ത ഹദീസിൽ പറയുന്നുണ്ട്. അത് തമ്മിൽ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇത് കൊടുത്തിട്ട് അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അത് അടുത്ത ഹദീസിൽ പറയുന്നുണ്ട്. അതായത് ഒരു ഈത്തപ്പഴം എന്ന് പറയുന്നത് വിശാലമായ ഒരു ഗ്രൂപ്പാണ്. അതിലേത് ഈത്തപ്പഴത്തെ ഈത്തപ്പഴം എന്നേ പരിഗണിക്കുകയുള്ളൂ. ക്വാളിറ്റി കൂടിയത് കുറഞ്ഞത് ഇല്ല. അത് അടുത്ത ഹദീസിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇനി അതേപോലെ ഗോതമ്പിലും വ്യത്യസ്ത ഇനങ്ങളുണ്ടാവും. പഞ്ചാബിലെ ഗോതമ്പ് കുറച്ച് ഗ്രേഡ് കൂടിയതായിരിക്കും, അത് ഇപ്പുറത്തുള്ള ഗോതമ്പ് അത്ര ഗ്രേഡ് ആയിരിക്കില്ല. മധ്യപ്രദേശിലെ ഗോതമ്പ് വ്യത്യാസം ഉണ്ടാകും, അതുണ്ടാകും, ഗ്രേഡ് വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് വിചാരിച്ചിട്ട് അത് ഒരേ ഇനമാണ്, ഗോതമ്പാണ് കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ സാ
തുല്യമായിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്, മിസ്ലൻ ബി മിസ്ലിൻ സവാ അൻ ബി സവാഇൻ, ഒരേപോലെ ആയിരിക്കണം എന്ന്. എല്ലാം ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെ. എന്നാൽ ഫഇദ് ഇഖ്തലഫത് ഹാദിഹിൽ അസ്നാഫ്, എന്നാൽ ഈ ഇനങ്ങൾ മാറ്റം വന്നു കഴിഞ്ഞാൽ ഫബിഉ കൈഫ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇറ്റോളും. പീത്തപ്പഴം ഗോതമ്പും ആണെങ്കിൽ ഉദ്ദേശിക്കുന്നത് പോലെ ഒരേ കിലോ കണക്കാവേണ്ട ആവശ്യമില്ല. ഇതാക്കാൻ യദൻ ബിയദിൻ, അതേ മജ്ലിസിലാകണം എന്നാണ്. അപ്പൊ പലിശയുടെ ഒരേ ഇനം, പലിശ വരുന്ന വസ്തുക്കളിൽ തന്നെ ഒരേ ഇനമാണെങ്കിൽ അത് തൂക്കവും കറക്റ്റ് ആയിരിക്കണം, അതേപോലെ തന്നെ അതേ മജ്ലിസിലും കൊടുക്കണം. രണ്ട് ഷർത്ത് അവിടെ പാലിക്കപ്പെടണം. വ്യത്യസ്ത ഇനങ്ങളാണ് തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നതെങ്കിൽ അവിടെ ഒരേ മജ്ലിസിൽ കൊടുക്കുക എന്നൊരു ഷർത്ത് മാത്രം പാലിച്ചാൽ മതി. അത് ഒരേ ഇനം ആകേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാകാൻ നമ്മളെ കറൻസിയുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ പറയുകയാണെങ്കിൽ, നമ്മൾ റുപ്പീസും തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോൾ രണ്ട് ഷർത്ത് അവിടെ പാലിക്കേണ്ടി വരും. ഇപ്പം 1000 ഉറുപ്പ്യൻ്റെ നോട്ടില്ല എന്ന് അല്ലെ, ഇപ്പോൾ 500 രൂപയുടെ നോട്ട് കൊടുത്തിട്ട് 500 ഒരാൾ വാങ്ങുകയാണ്, ചേഞ്ച് ആക്കുകയാണ്. അപ്പോൾ 500 രൂപയുടെ നോട്ട് കൊടുത്താൽ 500 തന്നെ തിരിച്ചു വാങ്ങണം, അതേ മജ്ലിസിൽ തന്നെ വാങ്ങണം, അതേ മജ്ലിസിൽ തന്നെ അത് വാങ്ങണം. അതാണ് അതിൻ്റെ രീതി. എന്നാൽ 500 രൂപ കൊടുത്തിട്ട് നമ്മൾ റിയാലാക്കുകയാണെങ്കിലോ, സൗദി റിയാലായിട്ടാണെങ്കിലോ 500 റിയാൽ തിരിച്ചു വാങ്ങണോ? വേണ്ട, 500 റിയാൽ വാങ്ങേണ്ടതില്ല. അതിന് ചിലപ്പോൾ നമുക്കൊരു 20 റിയാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 25ൻ്റെ ഇടയിലുള്ള റിയാലേ ഇപ്പോൾ കിട്ടുന്നുണ്ടാവുള്ളൂ. അത് മതി. പക്ഷെ നാളെ ആക്കരുത്. 500 രൂപേൻ്റെ നോട്ട് ഇന്ന് കൊടുത്തിട്ട് നാളെ നീ വരുമ്പോൾ ആ റിയാൽ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറയരുത്. ഞാൻ ചെറിയ പണമാക്കിയത് വലിയതിലേക്ക് നിങ്ങൾ കണക്കാക്കിയാൽ മതി, 80,000-ലേക്കോ 5 ലക്ഷത്തിലേക്കോ കണക്കാക്കിയാൽ മതി. അത് നാളെയോ മറ്റന്നാളെയോ പോരാ. കാരണം ഇത് പലിശ വരുന്ന കാര്യങ്ങളാണ്. കാരണം കറൻസിയെ സ്വർണത്തോടൊപ്പവും വെള്ളിയോടൊപ്പവുമാണ് പരിഗണിച്ചിട്ടുള്ളത്. കാരണം കറൻസിക്ക് ശരീഅത്തിൽ മുഴുവൻ ഹുക്മു സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ ഹുക്കുമാണ്. അതുകൊണ്ടാണ് നമ്മൾ സക്കാത്ത് കറൻസിക്കൊക്കെ കൊടുക്കുന്നത്. അതല്ലെങ്കിൽ കറൻസിക്ക് സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് ഹദീസിലൊന്നുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അവിടെ വിനിമയം നടത്തിയത് അന്ന് അരി വാങ്ങണമെങ്കിലോ ഗോതമ്പ് വാങ്ങണോ ഈത്തപ്പഴം വാങ്ങണമെങ്കിലോ സ്വർണ്ണ നാണയോ വെള്ളി നാണയോ കൊടുത്തിട്ടാണ്. അതാണ് വിനിമയം നടത്തിയിരുന്നത്. അപ്പൊ അതിന്റെ സ്ഥാനത്താണ് ഇന്ന് ആര് നിൽക്കുന്നത്? രാജ്യങ്ങളുടെ കറൻസികൾ നിൽക്കുന്നത്. കാരണം ഓരോ രാജ്യവും അവരുടെ സ്വർണവും വെള്ളിയൊക്കെ റിസർവ് വെച്ചിട്ടാണ് കറൻസി അടിക്കുന്നത്. അപ്പൊ അത് അതിന്റെ സ്ഥാനമാണ്, അതിന്റെ പവറാണുള്ളത്. അപ്പൊ അതിന് ഈ പലിശ വരുന്നതായിരിക്കും എന്നുള്ളതാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഉദാഹരണം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള കാര്യം മനസ്സിലാകുന്നതിന് വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട്. ഒരാളൊരു ഗോതമ്പ് അതൊരു സാ അത് വിറ്റു, എന്നിട്ട് പകരം 2 സാ ഗോതമ്പ് വേറെ വാങ്ങി, അതേ മജ്ലിസിൽ വാങ്ങി. പക്ഷെ അത് പലിശയാണ്. കാരണം ഒരു സായിന് 2 സാവ് വാങ്ങി, ഒന്ന് നല്ല ക്വാളിറ്റി, മറ്റൊന്ന് മോശം ക്വാളിറ്റി, കാര്യമില്ല. വേറൊരാൾ ഒരു സാ ഗോതമ്പിന് 1 സാ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്, പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ട് തരാം എന്നാണ് പറഞ്ഞത്. അതും പലിശയാണ് എന്നാണ്. എന്നാൽ ഇതെല്ലാം പാലിക്കപ്പെട്ടാൽ ഇത് യാതൊരു കുഴപ്പവുമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംശയം ഉണ്ടാകും. നമുക്കിപ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത ഒരു വസ്തുവും അതും ക്വാളിറ്റി ഉള്ള വസ്തുവും തമ്മിൽ ചിലപ്പോൾ വ്യത്യസ്ത തൂക്കമായാലേ പണം സെയിം ആവുള്ളൂ, അല്ലേ? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ഗോതമ്പ് വളരെ ക്വാളിറ്റി കുറഞ്ഞ ഗോതമ്പിന് കിലോ 50 രൂപയാണെന്ന് വിചാരിക്കുക. ക്വാളിറ്റി കൂടിയതിന് 150 രൂപയുണ്ട്. അപ്പോൾ 3 കിലോ ക്വാളിറ്റി കുറഞ്ഞ ഗോതമ്പ് കൊടുക്കുമ്പോൾ 1 കിലോ ക്വാളിറ്റി ഉള്ളത് വാങ്ങിയാണെങ്കിൽ 150 എന്നുള്ളത് സെയിമാണ്. പക്ഷെ അത് സെയിമായാൽ പോരാ, പണത്തിൽ സെയിമായാൽ പോരാ, അതിന്റെ സാ സെയിം ആയിരിക്കണം, സാ തൂക്കം സെയിം ആയിരിക്കണം. അപ്പൊ അതിനർത്ഥം നമുക്കിത് തമ്മിൽ ഒരിക്കലും കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നാണോ? അല്ല, ഇത് നമ്മൾ പണം കൊണ്ട് മുറിക്കുക, ഇതിനെ വിൽക്കുക. നമ്മൾ 3 കിലോ നമ്മുടെ അടുത്ത് ക്വാളിറ്റി ഇല്ലാത്തത് കൊടുത്തിട്ട് അതിന് എത്രയാണോ പൈസ കിട്ടുന്നത് അത് നമ്മൾ വാങ്ങുക. എന്നിട്ട് അതുകൊണ്ട് നമ്മൾ ക്വാളിറ്റി കൂടിയത് വേറെ വാങ്ങുക. അങ്ങനെയാണ് അതിന് ചെയ്യേണ്ടത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വക വിഷയങ്ങളിൽ മാത്രമേ അത് വരുന്നുള്ളൂ. ഈ വക വിഷയങ്ങളിൽ മാത്രമേ വരുന്നുള്ളൂ. അതല്ലാത്ത വിഷയങ്ങളിലൊന്നും ഇത് വരുന്നില്ല. ഈ പറഞ്ഞ ഇനങ്ങളിൽ മാത്രമേ ഇത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്നാണ്. അതല്ലാത്തതില്ല. ഒരാൾക്ക് പ്ലൈവുഡിന്റെ ഒരു ഡോർ ഒരാളുടെ കയ്യിലുണ്ട്, ഒരു ഡോർ കൊടുത്ത് 2 ഡോർ അയാൾക്ക് വാങ്ങാം, യാതൊരു കുഴപ്പമില്ല. ഒരാളുടെ കയ്യിൽ നേരത്തെ പറഞ്ഞ പോലെ മൃഗങ്ങൾ, കോഴികൾ, അങ്ങനത്തെ ആടൊക്കെ ഉണ്ട്, ഇതൊക്കെ 1 കൊടുത്ത് 2 എണ്ണം വാങ്ങാം, ഇതൊന്നും കുഴപ്പമില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇവിടെ ഗോതമ്പിന്റെയും ബാർലിയുടെ ഒക്കെ ഹുക്കുമിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. അരി അതൊക്കെ അതിന്റെ ഹുക്കുമിൽ വരുന്നതാണ് പറയുന്നത്. അരിയൊക്കെ അതിന്റെ ഹുക്കുമിലാണ്. അതുകൊണ്ട് തന്നെ അരിയൊക്കെ വാങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ്. അരി തമ്മിൽ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അത് ഒരേ സാ സെയിം ആയിരിക്കണം. അതല്ലാത്ത രൂപത്തിൽ ചെയ്താൽ അതിൽ പലിശ വരുമെന്നാണ്. എന്നാൽ ബാക്കിയുള്ള ഫ്രൂട്ട്സിലോ കാര്യങ്ങളൊന്നും അത് വരുന്നില്ല. ഒരാൾ നല്ല ക്വാളിറ്റി ആപ്പിൾ കൊടുത്തിട്ട് അയാൾക്ക് ക്വാളിറ്റി കുറഞ്ഞ ആപ്പിൾ കുറച്ച് കൂടുതൽ വാങ്ങുകയാണെങ്കിൽ അതിൽ വരുന്നില്ല. അത് വരുന്നില്ല. കാരണം അത് പറഞ്ഞിട്ടില്ല ശരീഅത്തിൽ. അത് ഈത്തപ്പഴവും മറ്റു വിഷയങ്ങളെ വന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ മറ്റ് ഫ്രൂട്ട്സുകളോ കാര്യങ്ങളോ ഒന്നും അതിൽ വന്നിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും, ഒരിക്കൽ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു
അദ്ദേഹം ചെയ്തത് കാണാം. അദ്ദേഹം ചില ഒട്ടകങ്ങളെ കൊടുത്ത്, ഒരു ഒട്ടകത്തെ കൊടുത്ത് 2 ഒട്ടകത്തെ വാങ്ങി, 2 ഒട്ടകത്തെ കൊടുത്ത് 3 ഒട്ടകത്തെ വാങ്ങിയത്, 1 ഒട്ടകത്തെ കൊടുത്ത് അങ്ങനെ 3 ഒട്ടകം വാങ്ങിയും അങ്ങനെയൊക്കെ ഒട്ടകക്ക് അങ്ങനെ ആ രൂപത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൈമാറ്റം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും എല്ലാ വസ്തുക്കളിലും ഈ പലിശ വരുന്നില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ വിഷയത്തിലും പലിശ വരുന്നില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അടുത്ത ഹദീസ് അൻ അബി സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ഇതുമായി ബന്ധപ്പെട്ട അതേ വിഷയങ്ങൾ തന്നെയാണ് വരുന്നത്. ലാ തബീഉ ദഹബ ബിദ്ദഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബൂ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാൻ, ലാ തബീഉ അദ്ദഹബ ബിദ്ദഹബ്. നിങ്ങൾ സ്വർണവും തമ്മിൽ വിൽക്കരുത്. ഇല്ലാ മിസ്ലൻ ബിമിസ്ലിൻ. അത് തുല്യമായ അളവിലല്ലാതെ. വലാ തുഷിഫു ബഅലഹ അലാ ബഅൽ. ഒന്നിനേക്കാൾ കൂടുതലൊന്നും നിങ്ങൾ നൽകാൻ പാടില്ല. വലാ തബീഉൽ വരിഖ ബിൽ വരിഖി. വെള്ളിയും തമ്മിൽ നിങ്ങൾ കച്ചവടം ചെയ്യരുത്. ഇല്ലാ മിസ്ലൻ ബിമിസ്ലിൻ. ഒരേ അളവിലല്ലാതെ. വലാ തുഷിഫു ബഅലഹ അലാ ബഅൽ. ഒന്നിനേക്കാൾ കൂട്ടി എടുക്കാൻ പാടില്ല. ആവർത്തിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം പറയുന്നത്. വലാ തബീഉ മിൻഹാ ഗായിബൻ ബിനാജിദിൻ. ഇവിടെ ഇല്ലാത്ത വസ്തുവും ഉള്ളതും തമ്മിൽ, അതായത് നാളെ തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കച്ചവടം ചെയ്യാൻ പാടില്ല. വഫീ ലഫ്ദിൻ ഇല്ലാ യദൻ ബിയദിൻ. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഒരേ മജ്ലിസിൽ തന്നെ കൈയോട് കൈ അങ്ങനെ അല്ലാതെ കൊടുക്കാൻ പാടില്ല. വഫീ ലഫ്ദിൻ, ചില റിവായത്തിൽ ഇല്ലാ വസ്നൻ ബി വസ്നിൻ മിസ്ലൻ ബി മിസ്ലിൻ സവാഅൻ ബി സവാഇൻ. തൂക്കുന്ന വസ്തുവാണെങ്കിൽ ഒരേ തൂക്കം, അളക്കുന്ന വസ്തുവാണെങ്കിൽ ഒരേ വസ്തു. അപ്പോൾ ചിലത് തൂക്കുന്നതും ചിലത് അളക്കുന്നതൊക്കെ ഉണ്ട്. സ്വർണവും വെള്ളിയൊക്കെ തൂക്കാണ്, അത് അളന്നിട്ടല്ല കൊടുക്കുക, നമ്മൾ പാത്രത്തിൽ അളന്നിട്ടല്ല, അത് തൂക്കാണ്. തൂക്കുന്ന വസ്തുവാണെങ്കിൽ തൂക്കാണ് സെയിം ആവേണ്ടത്. അളന്നെടുക്കുന്നതാണെങ്കിൽ അളവാണ് സെയിം ആവേണ്ടത്. ഈത്തപ്പഴമൊക്കെ അളന്നെടുക്കുന്നതാണ്. അപ്പം അതിന്റെ അളവ് തമ്മിൽ കൈമാറ്റുന്നു, അളവാണ് സെയിം ആവേണ്ടത്. ഒരു സാ. എന്നാൽ തൂക്കുന്ന വസ്തുവാണെങ്കിൽ തൂക്കമാണ് സെയിം അത് ഒരേപോലെ ആകേണ്ടത് എന്നാണ് പറയുന്നത്. അടുത്ത ഹദീസും കൂടി വായിച്ചിട്ട് ഒരുമിച്ച് വിശദീകരണം പറയാം, കാരണം രണ്ടും സമാനമായ ഹദീസാണ്. വഅൻഹു, അത് അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു തന്നെയാണ് ഈ ഹദീസും ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ജാഅ ബിലാലുൻ ബിതംറിൻ ബർനിയിൻ. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേക ക്വാളിറ്റിയുള്ള തംറിൻ ബർനി, നമ്മൾ പല നാട്ടിന്റെ പേര് പറഞ്ഞു, ഖസീം അങ്ങനെയൊക്കെ ഈത്തപ്പഴത്തിന്റെ പേര് പറയുന്നുണ്ട്. അപ്പം അന്നത്തെ ഒരു ക്വാളിറ്റി കൂടിയ ഒരു ഈത്തപ്പഴവുമായിട്ട് ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഐന ഹാദാ. ബിലാൽ, ഇത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു. ഫഖാല ബിലാലുൻ തംറുൻ കാന ഇൻദനാ റദി. നമ്മുടെ അടുത്തുണ്ടായ ഈത്തപ്പഴമൊക്കെ വളരെ ക്വാളിറ്റി ഇല്ലാത്ത മോശം ഈത്തപ്പഴമായിരുന്നു. ഫബിഅ്തു മിൻഹു സാഇനി ബിസാഇൻ. അങ്ങനെ ഞാൻ 2 സാ ക്വാളിറ്റി ഇല്ലാത്തത് കൊടുത്തിട്ട് എന്ത് ചെയ്തു, നല്ലൊരു സാ വാങ്ങി. ലിമത്അമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ബിലാൽ അങ്ങനെ ചെയ്തത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ദാലിക്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഔവഹ് ഐന റിബ ലാ തഫൽ. ഔവഹ്, അത്ഭുതം ഉണ്ടാകുമ്പോൾ പറയുന്നതാണ്. ഐന റിബ, വ്യക്തമായ പലിശയാണത്, ഒറിജിനൽ പലിശയാണത് എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞു. ഐന റിബ, ഇതാണ് ശരിയായ പലിശ എന്ന് പറഞ്ഞു. ലാ തഫൽ, ഇത് ചെയ്യാൻ പാടില്ല. വലാകിൻ ഇദാ അറദ്ത അൻ തശ്തരിയ തംർ ഫബിഉ ബിബൈഇൻ ആഖർ. നീ ആ ഈത്തപ്പഴം വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതിനെ നീ വേറെ ഒരു കാര്യം കൊണ്ട് വിൽക്കുക. അതായത് ഇതിനെ വല്ല ഉക്കിയോ വെള്ളിയോ സ്വർണ്ണമോ കൊടുത്തിട്ട് ഇതിന്റെ ക്വാളിറ്റി കുറഞ്ഞ ഈത്തപ്പഴം വാങ്ങുക. സുമ്മശ്തരി ബിഹി, പിന്നെ ആ പണം ഉപയോഗിച്ചിട്ട് ഈ ക്വാളിറ്റി കൂടിയ ഈത്തപ്പഴം നീ വാങ്ങുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഹദീസിലും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത് അതാണ്. സ്വർണത്തിന്റെ കാര്യവും വെള്ളിയുടെ കാര്യമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ഒരേ ഇനമാണെങ്കിൽ അത് ഒരേ തൂക്കം അത് തന്നെ കൊടുക്കാവൂ, അതല്ലാത്തത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇത് ആവർത്തിച്ചു പറയുന്നു, ഈ പറയുന്ന ഇനങ്ങളിലാണ് നമുക്കിത് ബാധകമാകുന്നത്. അതല്ലാത്ത മറ്റ് വസ്തുക്കൾ എണ്ണിക്കണക്കാക്കുന്നതോ ചെരുപ്പോ നമ്മളെ കാറോ ബൈക്കോ അതിൽ മൊബൈൽ ഫോണോ ഇതിനൊന്നും ഈ വിഷയം വരുന്നില്ല. ഇതൊക്കെ 1 കൊടുത്ത് 2 വാങ്ങേണ്ടടുത്തൊക്കെ അങ്ങനെ ഒരാൾക്ക് വാങ്ങാവുന്നതാണ്. അത് യാതൊരു കുഴപ്പവുമില്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ എന്താണ് വന്നിട്ടുള്ളത്? ബിലാൽ റളിയല്ലാഹു അൻഹു ഇത്തരം മേത്തരം ഈത്തപ്പഴവുമായി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തോന്നി ഇത് എവിടെ നിന്നാണ്. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ചോദിച്ചത്, മിൻ ഐന ഹാദ. അതായത് നേരത്തെ നമ്മുടെ അടുക്കൽ ഇത്ര നല്ല ഈത്തപ്പഴം ഉണ്ടായിരുന്നില്ല മദീനയിൽ, മിൻ ഐന ഹാദ എന്ന് ചോദിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു വളരെ സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭക്ഷിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഇത് 2 സാ കൊടുത്തിട്ട് ഒരു സാ വാങ്ങിയതാണ് എന്ന് അവിടെ വ്യക്തമായി പറയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔവ ചില റിവായത്തിൽ 3 പ്രാവശ്യമുണ്ട്. ഐനു റിബ, വ്യക്തമായ പലിശയാണത്. ലാ തഫ്അൽ, ഇത് നീ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇവിടെ സഹോദരങ്ങളെ, ഈ ഹദീസ് പലിശ എന്ന് പറയുന്നത്
അത് പരസ്പരം ലുൽമുണ്ടെങ്കിൽ മാത്രമേ, അക്രമം ഉണ്ടെങ്കിൽ മാത്രമേ നിഷിദ്ധമാവുകയുള്ളൂ എന്ന് പറയുന്ന ആളുകളുടെ നടുവൊടിച്ച് കളയുന്ന, അല്ലെങ്കിൽ ആ വാദത്തിന്റെ കൊള്ളരുതായ്മയെ വ്യക്തമാക്കി തുറന്നു കാണിക്കുന്ന ഒരു ഹദീസാണ്. കാരണം ഈ രൂപത്തിൽ പലിശയല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതായത് ആളുകൾ പറയുന്നത്, അതായത് പലിശ അനുവദിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വലിയ പണ്ഡിതന്മാരായി ചമയുന്ന ആളുകൾ പലിശയെ, അഥവാ നമ്മളിന്ന് ബാങ്കിലും മറ്റുമൊക്കെ കാണുന്ന പലിശയെ അനുവദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർ പറയുന്നത് പലിശ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് അർ-റിബ അൽ-ഇസ്തിഗ്ലാലി എന്ന് പറയും, രണ്ടാമത്തത് അർ-റിബ അൽ-ഇസ്തിസ്മാരി എന്ന് പറയും. എന്താണ് ഇത് രണ്ടെണ്ണം? അർ-റിബ അൽ-ഇസ്തിഗ്ലാലി എന്ന് പറഞ്ഞാൽ ഇതാണ് പഴയ കാലത്തെ ജാഹിലിയത്തിലുള്ള, ഖുറാനിലൊക്കെ വിമർശിച്ചിട്ടുള്ള പലിശ ഇതാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് 1,00,000 രൂപ കൊടുത്തു, എന്നിട്ട് പറഞ്ഞു ഇന്ന ഡേറ്റിന് തരണം, തിരിച്ചു തരണം എന്ന് പറഞ്ഞു. ആ ഡേറ്റിന് പോയി ചോദിച്ചു, എവിടെ 1,00,000? അയാൾ പറഞ്ഞു ഇന്ന് തരാൻ പറ്റൂല. ശരി, തരണ്ട, അടുത്ത മാസം തന്നാൽ മതി, 1,20,000 ആകും. ഇതാണ് പലിശ. ഇത് ഹറാമാണെന്നുള്ളത് യാതൊരു സംശയമില്ല. ഇപ്പൊ ഇതൊരു ലുൽമാണ്, ഈ സാധുവിനെ ആക്രമിക്കലാണ്. അയാളൊരു ആക്രമിക്കലാണ്. അയാൾ ആ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് 1,00,000 വാങ്ങിയത്, ഉണ്ടെങ്കിൽ വാങ്ങൂലല്ലോ. അപ്പോൾ അയാളെ ഒന്നുകൂടി ബുദ്ധിമുട്ടിക്കലാണ്. ഇതൊരു ലുൽമാണ്, അതുകൊണ്ട് ഇത് ഹറാമാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്നെല്ലാവരും അംഗീകരിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ ഒരു ഇനമുണ്ട്, റിബൽ ഇസ്തിസ്മാരി, നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് പോലെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പലിശ. അതായത് ഇന്നത്തെ ബാങ്കിലും മറ്റുമൊക്കെ ഇടുന്നത്. ആളുകൾ ബാങ്കിൽ പൈസ ഇടുന്നു, അല്ലെ ബാങ്കിന് കടം കൊടുക്കുന്ന പോലെയാണ്. ബാങ്കിന് കൊടുക്കുന്നു, ബാങ്ക് അത് വെച്ചിട്ട് പല പരിപാടി ചെയ്യുന്നുണ്ട്, കച്ചവടം ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ വേറെ ആൾക്ക് പൈസ കൊടുത്തിട്ട് അതിൽ നിന്ന് പലിശ എന്തും ചെയ്യുന്നുണ്ട്, എന്തും ചെയ്തോട്ടെ, നമുക്കത് വിഷയമല്ല. ബാങ്കിന് കൊടുക്കുന്നു, അങ്ങനെ ബാങ്കിൽ നിന്നും നമ്മൾ എത്ര കൊടുക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള പ്ലാനുകളൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ വാങ്ങുന്നു. ഇവിടെ ആരെയും ലുൽമില്ല, ബാങ്കും തൃപ്തി, നമ്മളും തൃപ്തി. ബാങ്കിനും ഹാപ്പിയാണ്, നമ്മൾ കുറേ പൈസ കൊണ്ട് കൊടുത്താൽ ബാങ്ക് ഇത് കൊടുത്തിട്ട് വേറെ ആൾക്ക് കുറേ കടം കൊടുക്കും, അങ്ങനെ ബാങ്ക് കച്ചവടം ചെയ്യും, ബാങ്ക് പല പരിപാടി എടുക്കും. ബാങ്ക് മാനേജേഴ്സ് നമ്മൾ ഇങ്ങോട്ടാണ് ആവശ്യപ്പെടുന്നത്, പൈസ തരൂ, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഞങ്ങൾക്ക് പൈസ തരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് വരും. കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, അതായത് 1 കോടി തരട്ടെ, നിങ്ങൾക്ക് മുറിക്കട്ടെ എന്നൊക്കെ ചോദിക്കും. ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്, അല്ലെ? അപ്പൊ അവരും ഹാപ്പിയാണെന്നാണ് അതിന്റെ അർത്ഥം, നമുക്കും ഹാപ്പി. അപ്പൊ രണ്ടു കൂട്ടരും തമ്മിൽ പരസ്പരം സന്തോഷത്തിലും കുഴപ്പത്തിലൊന്നും അല്ലെങ്കിൽ അതിൽ ദുൽമൊന്നുമില്ല, അതുകൊണ്ട് അത് കുഴപ്പമില്ല, അതുകൊണ്ട് ആ പലിശ ഒരു പ്രശ്നമല്ല എന്നാണ്. ഇതൊരു നിലക്ക് ഈ രൂപത്തിലുള്ള പല പണ്ഡിതന്മാരും ഇത് പ്രചരിപ്പിക്കുന്നത് സമൂഹത്തിൽ പലിശ വലിയ രൂപത്തിൽ അതിന്റെ വ്യാപനം ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, പലിശക്കെതിരെ വളരെ ശക്തമായി എല്ലാവരും സംസാരിക്കുന്നില്ല. കാരണം പലിശ ഒരു പരിധിവരെ കുഴപ്പമില്ല, ഈ നിലക്കുള്ള കുഴപ്പമില്ല എന്ന് വാദമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഇതിന് മറുപടി പറയാണ്. ഇതിന് എങ്ങനെയാണ് മറുപടി പറയാ? നമ്മൾ അവരോട് ചോദിക്കാം, എവിടുന്നാണ് നിങ്ങൾക്ക് ഈ തഫ്സീൽ കിട്ടിയത്? ലുൽമുണ്ടെങ്കിൽ മാത്രമേ, അക്രമം ഉണ്ടെങ്കിൽ മാത്രമേ അത് നിഷിദ്ധമാകൂ എന്നുള്ള തഫ്സീൽ നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയെ പൂർണ്ണമായി നിഷിദ്ധമാക്കി. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അല്ലാഹു കച്ചവടം നിങ്ങൾക്ക് ഹലാലാക്കി, പലിശ നിഷിദ്ധമാക്കി. അള്ളാഹു ഉമൂമായിട്ടാണ്, മൊത്തത്തിലാണ് പറഞ്ഞത്, എല്ലാ പലിശയും നിഷിദ്ധാക്കി. അതിൽ ചില പലിശ കുഴപ്പമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് ന്യായം? ഇത് പലിശ ആണെന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം കൊടുത്തിട്ട് അതിനേക്കാൾ കൂടുതൽ വാങ്ങി അത് പലിശയാണെന്നുള്ളത് സംശയമില്ല, അല്ലെങ്കിൽ വാങ്ങിയിട്ട് അതിനേക്കാൾ കൂടുതൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പലിശയാണെന്നുള്ളത് സംശയമില്ല. അത് പലിശ അല്ല എന്നായിരിക്കും പറയാൻ പറ്റൂല. ഇവർ പറയുന്നത് ഈ പലിശ കുഴപ്പമില്ല, ഇതിൽ ദുൽമില്ല എന്നാണ്. അങ്ങനെ ഒരു വിശദീകരണം ഇവർക്ക് ആര് പഠിപ്പിച്ചു കൊടുത്തു? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നിരുപാധികമായിട്ടാണ് പലിശയെ നിഷിദ്ധമാക്കിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിരുപാധികമായിട്ട് എല്ലാ രൂപത്തിലുള്ള പലിശയോടും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം കൊടുത്തത്? രണ്ടാമത്തത് ഈ ഹദീസാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ പറഞ്ഞത്. ഈ ഹദീസിൽ നമ്മൾ ഈ കാണുന്ന കാര്യത്തിനൊക്കെ ഇതിലൊക്കെ വല്ല ലുൽമും ഉണ്ടോ? പരസ്പരം തൃപ്തിയോടുകൂടിയാണ് വാങ്ങിപ്പോകുന്നത്. അല്ല, ബിലാൽ റളിയല്ലാഹു അൻഹു നല്ല മേത്തരം ഈത്തപ്പഴം വാങ്ങിയത് ക്വാളിറ്റി കുറഞ്ഞ ഈത്തപ്പഴം കൊടുത്തിട്ടാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനും തൃപ്തി, നല്ലത് കിട്ടി, അല്ല ഞാൻ ഒരു ബുദ്ധിമുട്ടിയിട്ടൊന്നല്ല, അയാൾക്കും കുഴപ്പമില്ല, അയാൾ നല്ലത് കൊടുത്ത് തിരിച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞത് ഐനുർ റിബ ലാ തഫ്അൽ, ഇത് വ്യക്തമായ പലിശയാണ്, ഇതാണ് പലിശ എന്ന് പറഞ്ഞതുപോലെയാണ് പറഞ്ഞത്. അത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അഥവാ എല്ലാ പലിശയും അതിൽ ദുൽമുണ്ടായിക്കൊള്ളണമെന്നില്ല. പരസ്പരം തൃപ്തിയുണ്ടായാൽ അത് പലിശയല്ലാതായി തീരുന്നില്ല എന്നുമില്ല. ശരീഅത്തിന്റെ ഇല്ലത്ത്, കാരണം എന്ന് പറയുന്നത് അത് ലുൽമാണ് എന്നല്ല. ചില ആളുകൾ പറയും എല്ലാ ഹറാമാക്കിയതിനൊക്കെ പിന്നിലൊരു യുക്തി ഉണ്ടാവും, ഒരു ഇല്ലത്തുണ്ടാവും, ഒരു കാരണം ഉണ്ടാവും, അത് ലുൽമാണ്, ഈ വിഷയത്തിലൊന്നും അവിടെ ലുൽമ വരുന്നില്ല, അതുകൊണ്ട് ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. ആരാണ് ഇവർക്ക് അങ്ങനെ ഒരു ഇല്ലത്ത് പറഞ്ഞു കൊടുത്തത്? അല്ല, ഇല്ലത്തുണ്ടാകുക എന്നുള്ളത് ശരിയാണ്, ചില വിഷയത്തിന് നിഷിദ്ധമാക്കാൻ ചില ഇല്ലത്തുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ നജിസ് കച്ചവടം ഏറ്റിപ്പറയുക, ഒരാളെ കച്ചവടത്തിന് മേലെ ഏറ്റിപ്പറയുക, വേറെ ഒരു സ്ത്രീയെ വിവാഹം നടക്കുന്നതിന്റെ ഇടയിൽ പോയി ചെയ്യുക, ഇതൊക്കെ ഒരു ഇല്ലത്ത് പണ്ഡിതന്മാർ പറയുന്നത് മുസ്ലിമീങ്ങളുടെ സാഹോദര്യം തകർത്ത് കളയുന്ന കാര്യമാണ്. അങ്ങനെ ഒരുപാട് കാര്യം നിഷിദ്ധാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകും. പക്ഷെ ഇതിന്റെ ഇല്ലത്ത്
ലുൽമു മാത്രമാണ് എന്ന് ആര് പറഞ്ഞു? കാരണം ചില വിഷയങ്ങൾക്ക് ഒന്നിലധികം കാരണം ഉണ്ടാവും, നിഷിദ്ധമാകാൻ ഒന്നിലധികം കാരണം ഉണ്ടാകും, ചിലപ്പോൾ അത് ഒരുപാടുണ്ടാകും. അതുകൊണ്ട് തന്നെ പലിശയുടെ കാരണം അത് ലുൽമു മാത്രമല്ല. ഇത് ഈ ഹദീസ് അതിന് തെളിവാണ്. കാരണം ഇതിലങ്ങനെ ലുൽമോ അതൃപ്തിയോ ഒന്നുമില്ല. ഇവ വളരെ വ്യക്തമായി ബിലാൽ റളിയല്ലാഹു പോയി വാങ്ങിക്കൊണ്ടുവന്നു, എന്നിട്ട് തിരിച്ച് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി വന്നതാണ്. ആർക്കും പ്രയാസമില്ല. കുറെ മൂന്ന് സാഗ് കൊടുത്തുന്നോ 2 സാഗ് കൊടുത്തുന്നതിൽ ബിലാൽ റളിയല്ലാഹു പ്രയാസമില്ല, ക്വാളിറ്റി കൂടി കൊടുത്തു എന്നിട്ട് അവർക്കും പ്രയാസമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത് എന്താണ്? അത് നിഷിദ്ധമാണ്, ഐനുർ റിബയാണ് എന്നാണ്. അതുകൊണ്ട് അതിന് മറുപടിയാണ്. അത് അത്തരം പലിശകൾ അനുവദിക്കുന്ന ആളുകൾക്ക് മറുപടിയാണ്. അത് എല്ലാ നിലക്കുള്ള പലിശയും നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കുക. പലിശ ഒരിനവും നമുക്ക് ദീനുൽ ഇസ്ലാമിൽ അനുവദിക്കുന്നതേ ഇല്ല, ഒരിനവും അനുവദിക്കുന്നില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നോക്കൂ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തൊരു വാക്കിൽ നിന്നുള്ള മറ്റൊരു ഫായിദ, ഫബിഉഹു ബിബൈഇൻ ആഖർ സുമ്മ ഇശ്തരി ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ നിഷിദ്ധത്തിൽ നിന്നും ശരിയായ വഴി എന്താണെന്ന് ശരിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. നമ്മളൊരു കാര്യം നിഷിദ്ധമാണെന്ന് പറയുമ്പോൾ അതിന് ശരി കൂടി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ ആളുകൾ എന്ത് ചെയ്യുകയില്ല, പെട്ടെന്ന് ആ നിഷിദ്ധത്തിൽ നിന്ന് മാറുകയില്ല. ഇവിടെ ഇനി ഇത്തപ്പോഴും ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അപ്പം പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ചിന്തിക്കുക, അന്ന് വേറെ വകുപ്പില്ല. കാരണം എല്ലാവരുടെ കയ്യിലും സ്വർണവും വെള്ളിയൊന്നും കയ്യിലുണ്ടാവില്ല. ആളുകൾക്ക് ചിലപ്പോൾ തോട്ടങ്ങളാണ് അവരുടെ സമ്പത്തായിട്ടുള്ളൂ, തോട്ടങ്ങളാണ് സമ്പത്തായി. അതിൽ നിന്ന് പറിച്ച കിലോ ക്വാളിറ്റി കുറഞ്ഞ ഈത്തപ്പഴം കിട്ടി. ഇനി ഇതിൽ നിന്ന് നല്ല ഈത്തപ്പഴം തിന്നാൻ ഒരു ആഗ്രഹമുള്ളൊരു വ്യക്തിക്ക് ഇനി എന്ത് ചെയ്യും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫബിഉഹു ബിബൈഇൻ ആഖർ, അത് നീ പോയി വിറ്റ് കളയുക. എന്നിട്ട് നീ അതിന് സ്വർണ്ണമോ വെള്ളിയോ അത് സ്വീകരിച്ചിട്ട് സുമ്മ ഇശ്തരി ബിഹി, പിന്നീട് അതുകൊണ്ട് നീ വാങ്ങുക എന്ന അനുവദനീയമായ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇതേപോലെ പല വിഷയം, പാനീയത്തിൽ കള്ള് ഹറാമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അനുവദനീയമായ ആസ്വാദികരമായ കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം. അല്ല, എത്ര തരത്തിലുള്ള ജ്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ കുടിക്കാം, പാലുകളുണ്ട്, ഇതൊക്കെ അനുവദനീയമാണ്. നമുക്ക് നിഷിദ്ധമായ കാര്യം വളരെ കുറവാണ്, അത് പറഞ്ഞു കൊടുക്കാം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞില്ല, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർന. അല്ല, റാഇന എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കൂ എന്നുള്ളൊരു അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അതിന്റെ പിന്നിൽ ആ വാക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് വഷളാക്കാൻ അതിനൊരു ദ്വയാർത്ഥമുള്ളൊരു പദമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പാടില്ല എന്ന് പറയുമ്പോൾ വഖൂലു ഉൻദുർന, നിങ്ങൾ ഉൻദുർന, ഞങ്ങളിലേക്ക് നോക്കൂ എന്ന രൂപത്തിൽ പറഞ്ഞോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തു എന്നാണ്. അപ്പം അതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയാൻ. ശേഷം അദ്ദേഹം ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഇതേപോലത്തെ ചില തട്ടിപ്പ് രീതിയിൽ നടക്കുന്ന ചില പലിശക്കുള്ള ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു കമ്പ്യൂട്ടറിന്റെ ഉദാഹരണമാണ് പറയുന്നത്. ഇപ്പോൾ പൊതുവെ ഇത് കാറിന്റെ വിഷയത്തിലേക്ക് ഇന്ന് നടക്കാറുണ്ട്. കാർ, അതായത് ഇപ്പോൾ ഒരാൾക്കൊരു 10 ലക്ഷം രൂപയുടെ ഒരു കാറ് വേണം എന്ന് വിചാരിക്കുക. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ കമ്പ്യൂട്ടർ പറഞ്ഞാൽ ഞാൻ നേരെ കാറാക്കുന്നു എന്ന് മാത്രം. ഒരാൾക്ക് 10 ലക്ഷം രൂപയുടെ ഒരു കാറ് വാങ്ങണം എന്ന് വിചാരിക്കുക. ഇയാളുടെ കയ്യിൽ 10 ലക്ഷം രൂപയില്ല. ഇയാൾ ഉടനെ തന്നെ ഒരു ഫൈനാൻസ് കമ്പനിയെ, ബാങ്കിനെ സമീപിക്കുന്നു. എന്നിട്ട് പറയുന്നു, എനിക്ക് ഈ കാറ് വാങ്ങിത്തരണം. ഫൈനാൻസ് കമ്പനി, ശരി, ഞങ്ങൾ വാങ്ങിത്തരാം. അതിന് വില 12 ലക്ഷമാണ്. അതെന്ത് ചെയ്താൽ മതി? നമ്മൾ വ്യത്യസ്ത ഗഡുക്കളായി 12 മാസത്തിൽ ഓരോ ലക്ഷം വെച്ചിട്ട് ഈ ഫൈനാൻസ് കമ്പനിക്ക് കൊടുത്താൽ മതി. ഇത് വ്യക്തമായ പലിശയാണ്. കാരണം ഇത് ഫൈനാൻസ് കമ്പനി ഉടമപ്പെടുത്തുന്ന ഒരു കാര്യമല്ല ഈ കാർ എന്ന് പറയുന്നത്. ഈ കാർ കമ്പനി തരുന്നത് വേറെയാണ്, അത് ഇൻഷാ അല്ലാഹ് പറയുന്നു. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ബാങ്ക് നിങ്ങൾക്ക് 10 ലക്ഷം തരും, കയ്യിൽ 10 ലക്ഷം ഞാൻ തന്നിരിക്കുന്നു, 12 മാസം കൊണ്ട് 12 ലക്ഷമായിട്ട് തിരിച്ചു തരണം എന്ന് പറഞ്ഞതിന് തുല്യമാണിത്. അത് നമ്മുടെ കയ്യിൽ തരുന്നതിന് പകരം ബാങ്ക് ഞങ്ങൾക്ക് വാങ്ങിത്തരുന്നു എന്ന് പറഞ്ഞിട്ട് ബാങ്ക് പോയിട്ട് ഇന്ന കാർ കമ്പനിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 10 ലക്ഷം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാറ് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ 12 മാസം കൊണ്ട് ഓരോ ലക്ഷം വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇത് 12 ലക്ഷമായിട്ട് അടക്കണം. ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ബാങ്കിനോട് നമ്മൾ 10 ലക്ഷം കടം വാങ്ങി, എന്നിട്ട് പറഞ്ഞു 12 മാസം കൊണ്ട് 12 ലക്ഷമായിട്ടത് തിരിച്ചു തരാം എന്ന് പറഞ്ഞതിന് തുല്യമാണ്. ഇത് വ്യക്തമായ പലിശയാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇത് യഹൂദരോട് പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ എന്തു പറഞ്ഞു? അവരോട് ചില മൃഗങ്ങളുടെ കൊഴുപ്പ് വിൽക്കാൻ പാടില്ല, കൊഴുപ്പ് ഭക്ഷിക്കാൻ പാടില്ല, അത് നിഷിദ്ധമാക്കി. അത് വിൽക്കാനും പാടില്ല, നിഷിദ്ധമായത് വിൽക്കാനും പാടില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ഈ കൊഴുപ്പിനെ ഉരുക്കിയിട്ട് അത് എണ്ണയാക്കി. അപ്പൊ പിന്നെ കൊഴുപ്പ് വിൽക്കുന്നില്ലല്ലോ, പിന്നെ എണ്ണ കൊണ്ടുപോയി വിൽക്കും. എന്നിട്ട് അതിൽ കിട്ടിയ പൈസ എടുത്തിട്ട് തിന്നു. ഇതാണ് യഹൂദർ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തർതകിബു മർതകബത്തിൽ യഹൂദ്, യഹൂദികൾ ചെയ്ത അതിക്രമങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഫതസ്തഹില്ലു മഹാരിമല്ലാഹി ബിഅദ്നൽ ഹീൽ, നിങ്ങളെ ഏറ്റവും വില കുറഞ്ഞ തന്ത്രങ്ങൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നിങ്ങൾ ഹലാലാക്കാൻ നോക്കരുത് എന്നാണ്. അതായത് ഇത് ബാങ്കിൽ നിന്നും നമ്മൾ പണം
കട എടുത്തിട്ട് 10 ലക്ഷം എടുത്തിട്ട് 12 ലക്ഷം തിരിച്ചടക്കുന്നതിന് നമ്മൾ ഇടയിലൊരു എന്താക്കുകയാണ്, ഈ രൂപത്തിൽ കച്ചവടം ചെയ്യാൻ. അത് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഈ കമ്പനി തന്നെ നേർക്കുനേരെ നമുക്ക് ഈ കാറ് കടന്നു തരികയാണെങ്കിലോ, അത് അനുവദനീയമായ രൂപമുണ്ട്, അനുവദനീയമല്ലാത്ത രൂപമുണ്ട്. ഈ കാറ് കമ്പനി തന്നെ നമ്മളോട് പറയാണ്, ഇത് 10 ലക്ഷമാണ് നിങ്ങൾ നേരെ ഇപ്പം കാറ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ, ക്യാഷ് ഫുൾ എമൗണ്ട് അടക്കുകയാണെങ്കിൽ 10 ലക്ഷമാണ്. പക്ഷേ 12 മാസത്തിൽ വേണമെങ്കിൽ ഇൻസ്റ്റാൾമെന്റിന് തരാം, ഓരോ മാസത്തിലും 1 ലക്ഷം രൂപയാണ്. ഇതിന് എക്സ്ട്രാ ചാർജുകളൊന്നുമില്ല. അതായത് നിങ്ങൾ ഏതെങ്കിലും അടവ് തെറ്റിയാലൊന്നും ഇതിൽ യാതൊരു ചാർജും ഇല്ല. കൃത്യമായിട്ട് ഇപ്പോൾ എത്രയാണോ നമ്മൾ പറയുന്നത് അതാണ് ശരീഅത്തിന്റെ നിയമം. നമ്മൾ കച്ചവടം അക്ദ് നടക്കുന്ന സമയത്ത് പറഞ്ഞ പ്രൊഡക്റ്റും പറഞ്ഞ പണവും അത് ഫിക്സ്ഡ് ആയിരിക്കണം, പിന്നീട് അത് വർദ്ധിക്കാൻ പാടില്ല. അങ്ങനെ നിലക്ക് അവർ പറഞ്ഞു 12 മാസത്തിനേക്ക് ആണെങ്കിൽ 12 ലക്ഷത്തിന് നമ്മൾ ഉറപ്പിക്കാം എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമായ കാര്യമാണ്. അത് അനുവദനീയമായ കാര്യമാണ്. ഒരാൾ മാസത്തിൽ ഓരോ ലക്ഷം വെച്ച് കൊടുക്കുന്നു. അതായത് അയാൾ എന്ത് ചെയ്യാണ്, ഓരോ മാസത്തിൽ 1 ലക്ഷം കൊടുക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു മാസത്തിൽ 1 ലക്ഷം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കമ്പനി 12 ലക്ഷത്തിൽ നിന്നും ഒരു ഉറുപ്പ്യ അധികം ആക്കുകയില്ല. അടുത്ത മാസം അത് നമ്മൾ നേരത്തെ കൊടുത്തതിന്റെ കൂട്ടി കൊടുത്താൽ മതിയാകുന്നതാണ്. എന്നാൽ ഇങ്ങനെ വരികയാണെങ്കിലോ, അതാണ് പലപ്പോഴും ഇവിടെ നടക്കാറുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുള്ളത് പലപ്പോഴും അതാണ്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു മാസത്തിൽ തെറ്റിക്കഴിഞ്ഞാൽ, അടവ് തെറ്റിക്കഴിഞ്ഞാൽ അതിന് നിങ്ങൾ എക്സ്ട്രാ പേയ്മെന്റ്, അതിന് ചിലപ്പോൾ സർവീസ് ചാർജ്, പേര് പലതായിരിക്കും. റിബ, പലിശ എന്നുള്ള വാക്കൊന്നും ചിലപ്പോൾ ഉപയോഗിച്ചോളുന്നില്ല. സർവീസ് ചാർജ്, അല്ലെങ്കിൽ ഇന്ന ഫൈൻ, ഇന്ന പേപ്പർ വർക്ക്, അങ്ങനെ പല രൂപത്തിൽ അതിന്റെ അതിന്റെ പൈസ എക്സ്ട്രാ വാങ്ങുന്ന രീതി അത് പലിശയാണ് എന്നാണ് സഹോദരൻ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. ഈനത്ത് കച്ചവടം എന്ന് പറഞ്ഞൊരു കച്ചവടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള ഒരു കച്ചവടമാണ് ഈനത്ത് കച്ചവടം. അത് പലിശയെ ഹലാലാക്കാൻ കൊണ്ടുവന്ന ഒരു രീതിയാണ്. ഉദാഹരണത്തിന്, ഒരാൾക്ക് ഒരു വസ്തു ആവശ്യമുണ്ട്, ഒരാൾക്ക് പണം ആവശ്യമുണ്ട്. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല്, ഇയാളുടെ ഒരു ആവശ്യമില്ലാത്തൊരു വസ്തു, ഉദാഹരണത്തിന് ഒരാൾക്കൊരു കാറ്, ആ കാറ് അയാൾ പറയും, ഞാനിതാ നിങ്ങൾക്ക് കടമായിട്ട് നിങ്ങൾക്ക് 10 ലക്ഷത്തിന് വിറ്റിരിക്കുന്നു എന്ന് പറയും. കാറ് അയാൾക്ക് കൊടുക്കും. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യും, തിരിച്ചിട്ട് ആ കാറ് ഉടനെ പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യും, 8 ലക്ഷത്തിന് ആ കാറ് തിരിച്ചിട്ട് ഇയാൾ തന്നെ വാങ്ങിക്കും. 8 ലക്ഷം തിരിച്ചു വാങ്ങിക്കും. അതായത് 8 ലക്ഷം ഇയാൾ വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്യും, നേരത്തെ ഇയാൾക്കൊരു കച്ചവടം നടന്നല്ലോ, അതിന്റെ 10 ലക്ഷം അങ്ങോട്ട് കൊടുക്കാനുണ്ട്, അത് 10 മാസമായിട്ട് കൊടുത്താൽ മതി. ഈ തിരിച്ചു വാങ്ങിയപ്പോൾ അതിനേക്കാൾ കുറഞ്ഞിട്ടാണ് കാറ് വാങ്ങിയത്. എന്നിട്ട് എന്ത് ചെയ്യും, 10 മാസം, അത് 8 ലക്ഷം വാങ്ങി, അത് 10 മാസം കൊണ്ട് 10 ലക്ഷം തിരിച്ചു കൊടുത്തു. ഇടയിൽ കാറ് വെറുതെ, അത് കാറ് അങ്ങോട്ട് പോയി, കാറ് തിരിച്ചിങ്ങോട്ട് വന്നു. ഈ രൂപത്തിൽ ചെയ്യുന്ന കച്ചവടത്തിനാണ് ഈനത്ത് കച്ചവടം. ഇത് പല രൂപത്തിലുണ്ട്. ഇത് സഹോദരങ്ങളെ പല രൂപത്തിലുണ്ട്. ഇത് ചെയ്യാൻ പാടില്ല. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്, ഇത് യഹൂദര് പണ്ട് ചെയ്ത അതേ പ്രവൃത്തിയോടാണ് ഇത്തരം കാര്യങ്ങൾക്ക് സാദൃശ്യമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഖാതലല്ലാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖാതലല്ലാഹുൽ യഹൂദ് ഇന്നല്ലാഹ ലമ ഹറമ ശുഹൂമുഹാ ജമലൂഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊഴുപ്പിനെ നിഷിദ്ധമാക്കിയപ്പോൾ അവർ അതിനെ ഒരുക്കി എന്ത് ചെയ്തിട്ടുള്ളൂ, സുമ ബഅൂഹു ഫഅകലു സമനഹു, പിന്നീട് എണ്ണ വിറ്റുകൊണ്ട് അവർ അതിന്റെ സമന് തിന്നുകയാണ് ചെയ്തത്. അത് പാടില്ല എന്നാണ്. കാരണം ഈ രൂപത്തിലുള്ള തന്ത്രങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദീന്റെ ഒരു നിയമമാണ്. ഒരാൾ തന്ത്രം, അള്ളാഹു നിഷിദ്ധമാക്കിയത് ഹലാലാക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞാൽ അതിന്റെ കുറ്റം കൂടുകയുള്ളൂ. ഒരാൾ തന്ത്രം മെനഞ്ഞാൽ അതിന്റെ കുറ്റം കൂടുകയാണ്. അതാണ് ദീന്റെ നിയമം. ഒരാൾ ഹറാമായ കാര്യം ഹലാലാക്കാനുള്ള തന്ത്രങ്ങൾ മെനയാണെങ്കിൽ അതിന്റെ കുബ്ഹ് കൂടുകയുള്ളൂ എന്നാണ് അതിന്റെ നിയമം. അപ്പൊ അതിൽപ്പെട്ടതാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ചില ആളുകൾ എന്ത് ചെയ്യും, സ്ത്രീയെ, അയാളുടെ ഭാര്യയെ എന്ത് ചെയ്തിട്ടുണ്ടാവും, 3 പ്രാവശ്യം ത്വലാഖ് ചെയ്തിട്ടുണ്ടാവും. ഒരു വ്യക്തി, ഭർത്താവ് 3 പ്രാവശ്യം ത്വലാഖ് ചെയ്താൽ പിന്നീട് ഭാര്യയുമായി എന്നേക്കുമായി വേർപെട്ടു. പിന്നീട് തിരിച്ചെടുക്കൽ പാടില്ല. 1ാമത്തെ ത്വലാഖ് കഴിഞ്ഞാൽ അയാൾക്ക് തിരിച്ചെടുക്കാം. ഇദ്ദ കാലഘട്ടത്തിലാണെങ്കിൽ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതി. 2ാമത്തെ ഇദ്ദ ത്വലാഖാണെങ്കിലും തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ 3ാമത്തെ ത്വലാഖാണെങ്കിൽ പിന്നീട് തിരിച്ചെടുക്കുക എന്ന് പറയുന്ന പരിപാടിയില്ല. അതിൽ ആദ്യത്തേതും 2ാമത്തേതും ഇദ്ദ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് വിവാഹം ഒന്നുകൂടി അക്ദ് ചെയ്ത് തിരിച്ചെടുക്കാവുന്നതാണ്. അല്ലെ, ഇദ്ദാകാലത്തിന്റെ ഇടയിലാണെങ്കിൽ തിരിച്ചെടുത്തു എന്നുള്ള വാക്ക് തന്നെ മതിയായിട്ടാണ്. എന്നാൽ 3ാമത്തത് കഴിഞ്ഞാൽ ഒരു നിലക്കും പാടില്ല. അത് ഒരു നിലക്കും പാടില്ല. ബൈനൂനത്തുൻ കുബറ, ഏറ്റവും വലിയ വ്യക്തമായ വേർപാട് എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ദീനുൽ ഇസ്ലാമിൽ എന്താണ് അതിനുള്ള പോംവഴി എന്ന് പറഞ്ഞാൽ, ഒരാൾ ഈ സ്ത്രീയെ വിവാഹം ചെയ്യണം. വിവാഹം ചെയ്ത് അവരുമായി ബന്ധപ്പെട്ടു, അങ്ങനെയൊക്കെ കഴിഞ്ഞു. പിന്നീട് സ്വാഭാവികമായി നിലക്ക് എന്ത് ചെയ്യണം, ഇയാൾ മരണപ്പെടുകയോ അതല്ലെങ്കിൽ ഇവർ തമ്മിൽ വേർപിരിയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നേരത്താണ് ഈ ആദ്യത്തെ ഭർത്താവിന് ഇവളെ വീണ്ടും നിക്കാഹ് ചെയ്യാൻ ദീനുൽ ഇസ്ലാം അനുവാദം നൽകുന്നുള്ളൂ.
ദീനുൽ ഇസ്ലാം അനുവാദം നൽകുന്നുള്ളൂ. അനാവശ്യമായ തലാഖുകളൊന്നും ദീനിൽ ഉണ്ടാകാൻ പാടില്ല എന്നതിനാണ് ഈ വിഷയത്തിൽ കടുത്ത നിയമങ്ങൾ വന്നിട്ടുള്ളത്. ശരി, ഇവിടെ ഇതിൽ തന്ത്രം നടത്താറുണ്ട്. നമ്മൾ നാടുകളിലും മറ്റുമൊക്കെ പലപ്പോഴും ഇത്തരം തന്ത്രങ്ങൾ നടത്താറുണ്ട്. ഇങ്ങനെ ഒരാൾക്ക് 3 തലാഖ് കഴിഞ്ഞാൽ തന്റെ ഭാര്യയെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ എന്ത് ചെയ്യും? വേറൊരാളെ കൊണ്ട് ഹലാലാക്കിക്കുന്നതിന് വേണ്ടി തൽക്കാലത്തേക്ക് നിക്കാഹ് കഴിപ്പിക്കും. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും? ഒരു ദിവസമോ മറ്റോ കൂടിയിട്ട് അയാൾ തലാഖ് ചെയ്തു. പിന്നീട് അവൾ ഇത് കഴിഞ്ഞാൽ ഇവൻ വീണ്ടും എന്ത് ചെയ്യും? ഈ സ്ത്രീയെ വിവാഹം ചെയ്യും. അത് നിഷിദ്ധമാണ്, അത് അനുവദനീയമാവുകയില്ല എന്നാണ് പറയുന്നത്. അത് അനുവദനീയമാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനൽ മുഹല്ലില വൽ മുഹല്ലല ലഹു. ഇങ്ങനെ ഹലാലാക്കി കൊടുക്കുന്നവനെയും ആർക്ക് വേണ്ടിയിട്ടാണ് ഹലാലാക്കുന്നതെയും ഇവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് തന്നെ വന്നിട്ടുണ്ട്. അത് പൊതുവായിട്ടുള്ള വിഷയത്തിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, ഇത്തരം തന്ത്രങ്ങളൊന്നും തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അതെന്ത് ചെയ്യുകയില്ല, ഒരാൾക്ക് ഉപകരിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. അടുത്ത ഹദീസ്, عن أبي المنهال البناني قال سألت البراء بن عازب عن الصرف. أبو منهال البناني رضي الله عنه അദ്ദേഹം പറയാൻ, سألت البراء بن عازب عن الصرف. ഞാൻ ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയോട് സർഫിനെ കുറിച്ച്, അഥവാ പരസ്പരം വിനിമയം ചെയ്യുന്ന എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ട്, അതായത് പണം അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്, സ്വർണവും വെള്ളിയൊക്കെ, അതാണ് മൊത്തത്തിൽ സർഫ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു. ഫഖാൽ, അപ്പോൾ അൽ ബറാ ബിൻ ആസിബ് പറഞ്ഞു, സൽ സെയ്ദ് ബിൻ അർക്കം ഫഇന്നഹു അഅലമു മിന്നി. നീ സെയ്ദ് ബിൻ അർക്കമിനോട് ചോദിക്കൂ, അദ്ദേഹമാണ് എന്നെക്കാളും അറിവുള്ളവൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറയണം, അങ്ങനെ ഫസഅൽതു സെയ്ദ് ബിൻ അർക്കം, ഞാൻ പോയി സെയ്ദ് ബിൻ അർക്കമിനോട് ചോദിച്ചു. ഫഖാല സല്ലിൽ ബറാ, നീ ബറായിനോട് ചോദിക്കൂ, ഫഇന്നഹു അഅലമു മിന്നി. തിരിച്ചു വിട്ടു, അയാളാണ് എന്നേക്കാൾ, ആദ്യം പറഞ്ഞ സഹാബി തന്നെയാണ് എന്നേക്കാളും അറിവുണ്ട് എന്ന് പറഞ്ഞു. സുമ്മ ഖാല അഹദുഹുമ, പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഇതിലേതോ ഒരാൾ പറഞ്ഞു, ചിലപ്പോൾ അദ്ദേഹം ആരാണ് പറഞ്ഞത് ചിലപ്പോൾ ഓർമ്മ പ്രശ്നം ഉണ്ടായേക്കാം. ഇതിലേതോ ഒരാൾ പിന്നീട് എനിക്ക് ഉത്തരം തന്നു. എന്താണ് ഉത്തരം നൽകിയത്? നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ വരിഖി ബിദ്ദഹബി ദൈനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണവും വെള്ളിയും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, അത് വിൽക്കുന്ന സമയത്ത് അത് കടമായിട്ട് വിൽക്കുക എന്നുള്ളത് നിഷിദ്ധമാക്കി. അതായത് സ്വർണം കൊടുത്ത് വെള്ളി വാങ്ങണമെങ്കിൽ അതേ മജ്ലിസിൽ തന്നെ എന്ത് ചെയ്യണം? ഹാലായിട്ട് അവിടെ തന്നെ കാര്യം തീരണം. അതായത് ഒരാള് 100 ഗ്രാം വെള്ളി കൊടുത്തു, പകരം ഇന്നത്തെ കണക്കെത്രയെന്നല്ല ഏകദേശം ഞാൻ പറയണം, പകരം അയാൾ ഒരു 2 ഗ്രാം സ്വർണം എനിക്ക് വേണം എന്ന് പറയുകയാണെങ്കിൽ അത് അതേ മജ്ലിസിൽ തന്നെ നടക്കണം. നാളെ പറ്റൂല. നമ്മൾ നേരത്തെ റിയാലിന്റെയും റുപ്പീസിന്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, ഞാൻ 100 റിയാൽ ഇന്ന് കൊടുത്തു, അതിന് പകരം 2300 എനിക്ക് തരണമെങ്കിൽ അത് ഇപ്പൊ തരണം, നാളെ തന്നിട്ട് കാര്യമില്ല എന്നാണ്. വഖാൽ അൽ ആഖർ, രണ്ടാളിലും ഉത്തരം അവസാനം പറയുന്നുണ്ട്. അപ്പൊ ഒരാൾ ഈ ഉത്തരം പറഞ്ഞു. വഖാൽ അൽ ആഖർ, അടുത്ത ആൾ പറഞ്ഞു. അത് ആരാണെന്നുള്ളതിന് അദ്ദേഹത്തിന് പിന്നീട് ഓർമ്മ പിശകുകൊണ്ടാണ്. രണ്ടിലൊരാളുടെ ഉത്തരം ഒന്നിതാണ് ഇതിന്റെ കാര്യം പറഞ്ഞു. രണ്ടാമത്തെ ആൾ പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇ ദഹബി ബിൽ വരിഖി ദൈനൻ. സമാനമായ വാക്കുകൾ തന്നെ, വലിയ വ്യത്യാസമില്ല. അഥവാ അതിൽ പോലും ഈ റിവായത്ത് ചെയ്യുന്ന ആളുകൾ കാണിക്കുന്ന സൂക്ഷ്മതയാണ്. അത് ആദ്യം പറഞ്ഞത് ബറാ ആയിരിക്കും എന്ന് പറഞ്ഞ പിൽക്കാലത്ത് അവർ പറയില്ല. അതുപോലും ഉണ്ടെങ്കിൽ അവർ പറയും. രണ്ടിൽ ഏതോ ഒരാൾ ഇതാണ് പറഞ്ഞത്, രണ്ടാളും പറഞ്ഞത് സമാനമായ വാക്കുകളാണ്. എന്നാൽ പോലും ചെറിയൊരു വ്യത്യാസം ഉള്ളത് കാരണത്താൽ അത് ആരിലേക്ക് ചേർത്തി അവർ വ്യക്തമായി പറയാതിരിക്കുകയാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇ ദഹബി ബിൽ വരിഖി ദൈന. സ്വർണവും വെള്ളിയും തമ്മിൽ കച്ചവടം ചെയ്യുന്ന സമയത്ത് കടമായിട്ട് ചെയ്യുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു എന്ന് പറയാം. അടുത്ത ഹദീസും കൂടി വായിക്കാം, അതും സമാനമായ വിഷയമാണ്. അൻ അബീ ബക്രത റളിയല്ലാഹു അൻഹു ഖാല നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഫിദ്ദത ബിൽ ഫിദ്ദതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു വെള്ളിയും തമ്മിലുള്ള കച്ചവടം, വദ്ദഹബ ബിദ്ദഹബി, സ്വർണവും തമ്മിൽ കച്ചവടം, ഇല്ല സവാഅൻ ബിസവാൻ, തുല്യമായിട്ടല്ലാതെ പാടില്ല. വഅമറനാ, നമ്മോട് കൽപ്പിച്ചു, അൻ നശ്തരി അൽ ഫിദ്ദത ബിദ്ദഹബ് കൈഫ ശിഅനാ, നമ്മളോട് കൽപ്പിച്ചു വെള്ളിയും സ്വർണവും തമ്മിൽ നിങ്ങൾ വിൽപ്പന നടത്തിക്കോളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ. വനശ്തരി അദ്ദഹബ ബിൽ ഫിദ്ദതി കൈഫ ശിഅനാ, സ്വർണവും വെള്ളിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കോളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ. ഖാല, പറഞ്ഞു, ഫസഅലഹു റജുലുൻ ഫഖാല യദൻ ബിയദിൻ, ഒരേ മജ്ലിസിൽ വേണ്ടേ? ഫഖാല ഹക്കദ സമിഅതു, റാവി പറഞ്ഞു അതെ, അതും കൂടി വേണം, അതേ മജ്ലിസിൽ തന്നെ അത് നടത്തുകയും വേണം എന്ന രൂപത്തിൽ എന്ത് ചെയ്യാണ് സഹോദരങ്ങളെ പറയാം. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണാൻ, ഇതിൽ സലഫുകളുടെ വറ കാണാൻ പറ്റും. അതായത് ആദ്യത്തെ ഹദീസിൽ നമ്മൾ കണ്ടു, ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നത്, എന്നെക്കാളും അറിവുള്ള ആൾ ഇന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് അയാളിലേക്ക് മടക്കുകയാണ്. അല്ലെ, ഇന്ന് പലപ്പോഴും ചിലപ്പോൾ അറിവില്ലാത്ത ആളുകൾ പോലും അറിവുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ മറുപടി പറയുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അല്ലെ, സലഫുകൾ അങ്ങനെയാണ്, അവരെക്കാളും അറിവുള്ള ആളുകളിലേക്ക് എപ്പോഴും അത്തരം അവർക്കറിയാത്ത കാര്യങ്ങളിലേക്ക് മടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്, അതിൽ പുതുതായിട്ടൊന്നും പറയാനില്ല. അടുത്ത ഹദീസ്, അടുത്തൊരു അധ്യായത്തിന്റെ തുടക്കം വായിക്കാം. ബാബു റഹ്നി വഗൈരിഹി. റഹ്ൻ എന്ന് പറഞ്ഞാൽ പണയം,
പണയം വെക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പണയവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് ഈ ഹദീസിലുള്ളത്. ഇതിന് ആമുഖമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വായിക്കുകയും ഹദീസ് നമുക്ക് അടുത്ത ആഴ്ച വായിക്കുകയും ചെയ്യാം ഇൻഷാ അള്ളാഹ്. റഹൻ എന്ന് പറഞ്ഞാൽ പണയം എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി അതിന്റെ അർത്ഥം അൽ ഹബിസ് എന്നാണ്, പിടിച്ചു വെക്കുക എന്നാണ് അർത്ഥം. ഭാഷാപരമായി അതിന്റെ അർത്ഥം പിടിച്ചു വെക്കുക എന്നാണ് അർത്ഥം. എന്നാൽ എന്താണ് ശരീഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ശരീഅത്ത്? അത് ഫഹുമിൻ ഉഖൂദ് തൗസീഖാത്ത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇടപാട് നടത്തുമ്പോൾ നമുക്കൊരു ഉറപ്പിന് വേണ്ടി നമ്മൾ വെക്കുന്ന ചില കാര്യങ്ങളാണ് എന്ത് പറയുന്നത്, പണയം എന്ന് പറയുന്നത്. അപ്പോൾ ശരീഅത്തിൽ 4 രൂപത്തിലാണ് അത്തരത്തിലുള്ള തൗസീഖാത്തുകൾ, നമ്മളെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു തെളിവിന് വേണ്ടി ചെയ്യുന്നത് 4 രൂപത്തിലാണ്. ഏതൊരു ഇടപാട് നടത്തുമ്പോഴും ഇതിലേത് വേണമെങ്കിലൊക്കെ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഒന്നിലധികം സ്വീകരിക്കാം. ഒന്നുകിൽ ഷഹാദത്ത് വേണം, ഒരു സാക്ഷി ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു ഇടപാട് നടത്തുമ്പോൾ ഒരു സാക്ഷി ഉണ്ടാവാം. അത് കടമാകാം, മറ്റെന്തെങ്കിലും കച്ചവടമാകാം, സാക്ഷി ഉണ്ടാകാം. രണ്ടാമത്തേത് റഹനാണ്, അത് നമ്മൾ പണയം, കടമൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ പണയത്തിന് അവിടെ വെക്കാം. മൂന്നാമത്തേത് ലമാനാണ്, ജാമ്യം നിൽക്കാം, ആളുകൾ ജാമ്യം നിൽക്കാം. നാലാമത്തേത് കഫാലയാണ്. കഫാലും തമാനും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അഞ്ചാമത്തേത് കിതാബത്താണ്, എഴുതി വെക്കുക. അഞ്ചാമത്തേത് കിതാബത്താണ്, എഴുതി വെക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒന്നാമത് പറഞ്ഞത് എന്താണ്? റഹൻ. എന്താണ് റഹൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഒരു ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ, ഞാൻ ഒരാളെടുത്ത് നിന്ന് ഒരു 10 ലക്ഷം രൂപ കടം വാങ്ങാൻ, 10 ലക്ഷം രൂപ കടം വാങ്ങാൻ. ആ 10 ലക്ഷം രൂപ കടം വാങ്ങുന്ന സമയത്ത് ഞാൻ പറയണം, എൻ്റെ കാർ ഇതാ ഞാൻ റഹനായിട്ട്, അതായത് അത് പണയമായിട്ട് ഞാൻ അവിടെ വെക്കുകയാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ എങ്ങാനും ഈ 10 ലക്ഷം രൂപ അടച്ച് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ കാറ് വിറ്റുകൊണ്ട് പൈസ എടുക്കാം. ചിലപ്പോൾ കാറ് 15 ലക്ഷം രൂപ കിട്ടുന്ന കാറാണ്, നിങ്ങൾക്ക് ആ 10 ലക്ഷം എടുത്തിട്ട് ബാക്കി 5 ലക്ഷം എനിക്ക് തരാം. അത് വിൽക്കാനുള്ള അധികാരം നമ്മൾ കൊടുക്കണം. അതാണ് പണയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണയ വസ്തു അതിനു വേണ്ടിയിട്ടാണ്. എന്നാൽ പണയ വസ്തു ഉപയോഗിക്കാൻ പാടില്ല. പണയ വസ്തു എന്ത് ചെയ്യാൻ പാടില്ല? അത് ഉപയോഗിക്കാൻ പാടില്ല. പണയ വസ്തു അവിടെ വെക്കുകയാണ് ചെയ്യുക. പണയ വസ്തു അവിടെ വെക്കുകയാണ് ചെയ്യുക. അപ്പൊ അത് അവിടെ വെച്ചാണ്ട് നമ്മൾ എന്ത് ചെയ്യും? അത് കടം നടക്കും. അതൊരു ഉറപ്പിന് വേണ്ടി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉറപ്പിന് വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് കാര്യങ്ങൾ കൂടുതൽ സുതാര്യമായി, നമ്മൾ വലിയ എമൗണ്ട് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അതൊരു വേള നല്ലതാണ്. വലിയ എമൗണ്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ഉറപ്പിന് നല്ലതാണ്. ഇതൊരു കാര്യം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ കടം തരാൻ തിരിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യും? ആ ഒരു വേണ്ട ത്വര ഉണ്ടാകാൻ, അല്ലെങ്കിൽ അയാൾ കാറ് പോകും. അപ്പോൾ അയാൾ അതിനുവേണ്ടി പണിയെടുക്കും. രണ്ടാമത്തേത് ലമാനാണ്. എന്താണ് ലമാൻ? ജാമ്യം നിൽക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജാമ്യം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ മറ്റൊരാളെടുക്കൽ കടം ചോദിക്കാൻ പോയി, 10 ലക്ഷം ചോദിക്കാൻ പോയി. അപ്പോൾ അയാൾക്ക് വലിയ പരിചയമില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചപ്പോൾ വേറൊരാൾ പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എളുപ്പമുള്ള കാര്യമല്ല. ഇയാളെങ്ങാനും ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നതാണ് അത് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ജാമ്യം കൊടുക്കുന്ന ആളെന്ത് ചെയ്യണം? അത് കൃത്യമായി ബോധ്യം വേണം ആർക്കാണ് ജാമ്യം നിൽക്കുന്നത്. കണ്ടവനും പോയവനും ഒക്കെ പോയി ജാമ്യം നിൽക്കാൻ നിൽക്കരുത്. കാരണം ഇവൻ കൊടുത്തിട്ടില്ല, നീ കൊടുക്കുന്നതാണ്. അല്ലെ ഞാൻ അറിയില്ല എന്ന് അവസാനം പറയരുത്. നീ ജാമ്യമാണ് നിന്നതെങ്കിൽ നിന്റെ ഉത്തരവാദിത്തമാണത്. അത് ലമാനാണ്, ജാമ്യം നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരാൾ ജാമ്യം നിന്ന് കഴിഞ്ഞാൽ ആ സാഹിബുൽ ഹക്ക്, ആർക്കാണോ പണം കിട്ടേണ്ടത്, അയാൾ ആരെയാണ് ആദ്യം സമീപിക്കേണ്ടത്? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു ജാമ്യക്കാരനെ മാത്രമാണ് സമീപിക്കേണ്ടതുള്ളൂ, കാരണം അയാൾ ജാമ്യം ഏറ്റെടുത്തതാണ്. അവർ ചിലർ പറഞ്ഞില്ല, 2 പേരോടും നിങ്ങൾക്ക് അവകാശപ്പെടുന്നതാണ്. ഒറിജിനലായിട്ട് തരാനുള്ള ആളോടും പോയി പറയാം, ജാമ്യക്കാരനോടും 2 പേരോടും നമുക്ക് ആവശ്യപ്പെടാം. ജാമ്യക്കാരൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ്. അള്ളാഹുവിന്റെ മുന്നിൽ അവൻ അതിന് ബോധിപ്പിക്കേണ്ടി വരും. അതല്ലാതെ നമ്മൾ ജാമ്യം ഏറ്റെടുക്കരുത്. ജാമ്യം അങ്ങനെ ഏറ്റെടുക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, തൗസീഖാത്തിന്, പരസ്പരം ഇടപാടുകൾക്ക് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ചെയ്യാറുള്ളത് കഫാലത്താണ്. ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യം കഫാലത്താണ്. ഈ കഫാലത്തും ദമാനും തമ്മിൽ ബന്ധമുണ്ട്, എന്നാൽ ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടും ഇതേപോലെ ഏറ്റെടുക്കല, ഞാൻ തരാമെന്ന് പറയുകയാണ്. പക്ഷെ ദമാനിൽ നമ്മൾ ആ പണം തന്നെ തരാമെന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ കഫാലത്തിൽ ആളെ ഞാൻ ഹാജരാക്കാം എന്നതേ ഉള്ളൂ. ആളെ ഞാൻ ഹാജരാക്കാം. ആർക്കാണ് കൊടുത്തത് അയാൾ മുങ്ങൂല, ഞാൻ അയാളെ കൊണ്ടുതരും. അതാണ് ഞാൻ ഉത്തരവാദിത്തം. അയാൾ എവിടെ പോയാലും അത് കൊണ്ട് ഹാജരാക്കല. ഇനി അയാൾ കൊടുത്തോ കൊടുത്തില്ല അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആളെ ഹാജരാക്കാം എന്നുള്ള കാര്യത്തിന് അതിന്റെ കഫാലത്താണ്, ഞാൻ അതിന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുത്തത്. അപ്പൊ ദമാനാണ് അശദ്ദു തൗസീഖ്. കൂടുതൽ ശക്തിയുള്ള ബലമുള്ളത് ദമാനാണ്. ഇത് കഫാലത്ത് തന്നെ കൊണ്ടുതരത്തേ ഉള്ളൂ. ബാക്കി തരലോ തരൂല എന്നുള്ളതൊന്നും ഇയാൾക്കറിയുകയില്ല. നാലാമത്തേത് സഹോദരങ്ങളെ ഇഷ്ഹാദാണ്, സാക്ഷികളെയാണ്. നമ്മൾ ഏതൊരു ഇടപാടിനും സാക്ഷി ഉണ്ടാക്കുക എന്നുള്ളതാണ്. സാക്ഷി ഉണ്ടാക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും കടമിടപാടും മറ്റുമൊക്കെ ആണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വസ്തശ്ഹിദു ഷഹീദൈനി മിൻ റിജാലിക്കും. അത് സാക്ഷി വെക്കേണ്ടത് ഏറ്റവും ബലവത്തായ സാക്ഷി 2 പുരുഷന്മാരെ വെക്കുക എന്നുള്ളതാണ്. ഫൈലം യകൂന റജുലൈനി, 2 പുരുഷന്മാരെ കിട്ടിയിട്ടില്ല. അപ്പൊ വീട്ടിലോ മറ്റോ ഒക്കെ ഉള്ള കാര്യമാണെങ്കിൽ പുറത്തുനിന്ന് ആളൊന്നും കൊണ്ടുവരാൻ പറ്റൂല. അപ്പോഴാണെങ്കിൽ സ്ത്രീകളൊക്കെയാണുള്ളെങ്കിൽ ഫറജുലുൻ വംറഅതാനി മിമ്മൻ തർദൗന മിനശ് ശുഹദാ, ഒരാണും ഒരു
2 പെണ്ണും, ഒരാണും 2 പെണ്ണും അതിന് എന്ത് ചെയ്യണം? സാക്ഷിക്കായിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ സാക്ഷികളെ വെക്കണം. എന്തിനാണ് ഈ സാക്ഷികളെ വെക്കണം എന്ന് പറയുന്നത്? കാരണം നമ്മൾ ഈ ദുനിയാവിൽ നമുക്ക് നമ്മുടെ ഹക്കുകൾ കൃത്യമായി കിട്ടണമെങ്കിൽ ഇസ്ലാം കൊണ്ടുവന്ന പരിരക്ഷകളാണത്. ഇപ്പോ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അൽ ബയ്യിനതു അലൽ മുദ്ദഇ വൽ യമീനു അലാ മൻ അൻകർ. അൽ ബയ്യിനതു അലൽ മുദ്ദഇ, ആരാണോ വാദിക്കുന്നത് അയാളാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. വൽ യമീനു അലൽ അൻകർ, അത് നിഷേധിക്കുന്നവൻ വല്ലാഹി ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന് 10 ലക്ഷം ഒരാൾക്ക് കൊടുത്തു. ഈ പറയുന്ന ഒരു തൗസീഖുകളും കാര്യങ്ങളും ഒന്നും നിന്റെ അടുത്തില്ല, സാക്ഷിയോ ഒന്നും നിന്റെ അടുത്തില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നീ 10 ലക്ഷം ഒരാൾക്ക് കൊടുത്തു, പിന്നീട് നീ കൊടുത്തു എന്ന് പറയാനാണ് നിന്നോട് കോടതി മുഖാന്തരം, അയാൾ തരുന്നില്ല, നീ കോടതി മുഖാന്തരം പോയി, നീ 10 ലക്ഷം കൊടുത്തോ? ആ കൊടുത്തു. എവിടെ തെളിവ് എന്ന് ചോദിച്ചാൽ നിന്റെ അടുത്ത് തെളിവില്ല. ഇസ്ലാമിക കോടതിയിൽ നീ പോയി 10 ലക്ഷം കൊടുത്തു എന്നുള്ളതിന് തെളിവ് എവിടെ? തെളിവില്ല. ഞാൻ ചോദിച്ചപ്പോൾ കൊടുത്തതാണ്. ഇവനോട് എന്താണ് അപ്പോൾ കോടതി ആവശ്യപ്പെടുക? ഇവനോട് പറയും വല്ലാഹി നീ ഇത് വാങ്ങിയിട്ടില്ല എന്ന് സത്യം ചെയ്യുക എന്ന് പറയും. അവൻ പറയും വല്ലാഹി ഞാനിത് വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നിനക്ക് 10 ലക്ഷം നഷ്ടപ്പെട്ടു പോയി, ദുനിയാവിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയി, ദുനിയാവിൽ നഷ്ടം ഉണ്ടാകും. പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കള്ളസാക്ഷ്യം നടത്തിയ ആളുകൾക്ക് വലിയ ശിക്ഷ നൽകും. ഹദീസിൽ കാണാൻ സാധിക്കും, മൻ ഹലഫ അലാ യമീനിൻ വഹുവ ഫീഹാ ഫാജിറുൻ, ആരെങ്കിലും ഒക്കെ ഒരു കള്ളസത്യം ചെയ്തു കഴിഞ്ഞാൽ ലിയഖ്തത ബിഹാ മാല ഇംറിഇൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ സമ്പാദ്യം അപഹരിക്കുന്നതിന് വേണ്ടി, ലഖിയല്ലാഹ വഹുവ അലൈഹി ഗദ്ബാൻ, പരലോകത്ത് അല്ലാഹു അങ്ങേയറ്റം കോപാലുവായി കൊണ്ടായിരിക്കും അവനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ ബാഹ്യമായത് നോക്കിയിട്ടാണ് വിധിക്കുക, ഒരു ജഡ്ജിക്ക് അതേ പറ്റുകയുള്ളൂ. ഞാൻ എങ്ങാനും ഹക്കല്ലാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് മുറിച്ചു തരുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നരകത്തിന്റെ ഒരു കഷണം മുറിച്ചു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കള്ളസാക്ഷ്യം കൊണ്ടുവരാൻ പാടില്ല, അല്ലെങ്കിൽ കള്ള തെളിവുകൾ കൊണ്ടുവരാൻ പാടില്ല. നമ്മളിവിടെ പറഞ്ഞു വന്നത് എന്തിനാണ്? സാക്ഷിയെ കൊണ്ടുവെക്കുന്നത് സഹോദരങ്ങളെ തെളിവിനാണ്. പല സാധുക്കളായ സഹോദരങ്ങൾ അവർ കടം കൊടുത്തിട്ട് ഈ രൂപത്തിൽ സാക്ഷികളില്ലാതെ, അതല്ലെങ്കിൽ കൊടുത്തയാള് എന്താണ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, അയാൾ അങ്ങനെ ചതിക്കൊന്നുമില്ല, ഇതൊന്നും ദീനുൽ ഇസ്ലാമിലെ ഒരു ശരിയായ നിലപാടല്ല. മറിച്ച് നിങ്ങൾ കൊടുക്കുന്ന തുക അത് വലുതാണെങ്കിൽ തീർച്ചയായും അത് ഈ പറയുന്ന രൂപത്തിൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അതിനൊരു തൗസീഖ് നിങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവനിൽ നിന്ന് പറ്റുമെങ്കിൽ ദമാൻ വാങ്ങാൻ പറ്റുമെങ്കിൽ, ഗ്യാരണ്ടി വാങ്ങാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വസ്തു, ഗ്യാരണ്ടി എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം വാങ്ങിയിട്ട് കാര്യമില്ല, വലിയ എമൗണ്ടിന് അതിനനുസരിച്ചുള്ള ഗ്യാരണ്ടി വേണം. കാരണം ഇതുപോലെ തന്നിട്ടില്ലെങ്കിൽ ഇത് വിറ്റ് നമുക്ക് എടുക്കാമെന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഒരാൾ കൃത്യമായിട്ട് ജാമ്യം നൽകുന്ന ആൾ വേണം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കഫാലത്ത് വേണം. അതേപോലെ കടമാണെങ്കിൽ ഇടപാടുകൾക്കാണ്, ഏത് ഇടപാടുകൾക്ക് ഇത് വേണ്ടി വരും, അതിൻ്റെ ഇതനുസരിച്ച്. കടമൊക്കെ ആണെങ്കിൽ ഇവിടെ സാക്ഷികളെ നിർത്തണം. അതല്ല എങ്കിൽ പണം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കും. പിന്നീട് കാര്യങ്ങൾക്ക് കൃത്യമായ ധാരണ ഇല്ലാതായി തീരും. അതേത് കാര്യത്തിനാണ്. ഇപ്പോൾ 2 ആളുകൾ കൂടി ഒരു ബിസിനസ് തുടങ്ങുന്നു, ഞാൻ ഇത്ര രൂപ ഇട്ടു, നീ ഇത്ര രൂപ ഇട്ടു, ഇത് പലപ്പോഴും നടക്കുന്നതാണ്. പിന്നീട് പറയാം നീ ഇത്ര ഒന്നും ഇട്ടിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥകൾ എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നീ എപ്പോഴാണ് 20 ലക്ഷം, നീ 20 ഒന്നും ഇട്ടിട്ടില്ല, നീ അങ്ങനെ 20 തരാന്നൊക്കെ പറഞ്ഞ് ഇത്രേ തന്നിട്ടുള്ളൂ, അപ്പോൾ നിനക്ക് ഇത്രേ ഉള്ളൂ എന്നൊക്കെ പിൽക്കാലത്ത് പറയുകയും ഇതിന് ഒന്നുമില്ല. കാരണം ഇവൻ പല ഗഡുക്കളൊക്കെ ആയിട്ടൊക്കെ ചിലപ്പോൾ 20 ലക്ഷം കൊടുത്തിട്ടുണ്ടാകും. ഇവൻ കൊടുത്തതിന് ഇവന്റെ അടുത്തും കണക്കില്ല, അവിടെ ഒരു നിലക്കുള്ള കണക്കുകളും ഇല്ല. ഇത് വിഡ്ഢിത്തരം മാത്രമാണ്. അവൻ അധ്വാനിക്കുന്ന സമ്പത്ത് തൊലച്ചു കളയുന്നതിന് തുല്യമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. മറിച്ച് അതിന് കൃത്യമായ കണക്കുകൾ കാര്യങ്ങളൊക്കെ വെക്കുകയാണ് വേണ്ടത്. ഈ രൂപത്തിൽ സഹോദരങ്ങളെ 4 രീതിയുണ്ട്. 5-മതായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ട് കിതാബത്ത്, എഴുതുക എന്നുള്ളതാണ്. എഴുതുക എന്നുള്ള കാര്യം. പക്ഷെ ഇവിടെ പണ്ഡിതന്മാർ പറയുന്ന അത്തരം ഇബ്നു ഉസൈം റഹിമഹുല്ലാഹ് പറയണം, അങ്ങനെ എഴുത്തത് ഏതെങ്കിലും കടലാസിൽ എഴുതിയിട്ട് കാര്യമില്ല, വിലയുള്ളൊരു കടലാസിലോ കാര്യങ്ങളിലോ എഴുതണം. ഇത് നിയമപരമായി നിനക്ക് പിന്നീട് അതിന് ഒരു വിലയുള്ള ഒരു കാര്യത്തിൽ എഴുതണം. എന്തെങ്കിലുമൊക്കെ കടലാസിൽ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നോട്ട് ബുക്കിൽ പുറകിൽ എഴുതി വെച്ചത് കൊണ്ട് മാത്രം വലിയ കാര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് വലിയ എമൗണ്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് പിന്നീട് നമുക്കൊരു തെളിവായി നിൽക്കുന്ന രൂപത്തിൽ തന്നെ അത് കൃത്യമായി എഴുതേണ്ടതുണ്ട് എന്നാണ്. അപ്പൊ ഈ 5 രൂപത്തിലാണ് നമ്മുടെ തൗസീഖുകൾ, നമ്മളൊരു ഇടപാടുകൾ നടത്തുമ്പോൾ അതിന് ഉറപ്പിന് വേണ്ടിയിട്ട്, ആ കോൺട്രാക്റ്റിന്റെ ബലമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ 1-മത്തെ റഹനുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്ക് ഈ അധ്യായത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാന